സിനിമയുടെ വർത്തമാനം എന്നുള്ളതാണ് വിഷയം. എങ്കിലും ഒരുപക്ഷെ എനിക്കൊന്ന് അടൂർ സാറിനെ പോലുള്ള ഒരു ചലച്ചിത്ര പ്രവർത്തകൻ്റെ കഴിഞ്ഞ 50 വർഷമായിട്ട് മലയാള സിനിമയിൽ, ഇന്ത്യൻ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യം. ഒട്ടേറെ സിനിമകൾ ധാരാളം ചർച്ച ചെയ്യപ്പെട്ടു. കഴിഞ്ഞ വർഷം വരെയുള്ള പിന്നെ സ്വയംവരം മുതൽ പിന്നെയും വരെയുള്ള സിനിമകളുടെ ഒരു വളരെ വിപുലവും സങ്കീർണവും സമ്പന്നവുമായിട്ടുള്ളൊരു രചനകൾ ധാരാളം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമയെക്കാളധികം ഒരുപക്ഷെ ഇത്തരം ലിറ്റററി ഫെസ്റ്റിവലിൻ്റെ സാഹചര്യത്തിൽ ഇപ്പോൾ സാഹിത്യവും അടൂർ ഗോപാലകൃഷ്ണൻ എന്നുള്ള രീതിയിൽ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് ഞാൻ വിചാരിക്കും. തുടക്കം മുതലേക്ക് സിനിമയിൽ ഒരു സാഹിത്യത്തിന് ആവശ്യമുണ്ട്. എഴുതുക എന്നുള്ളത് തിരക്കഥയായാലും ആയിരിക്കും, അല്ലെങ്കിൽ പലപ്പോഴും ഒരു കഥയെ ആസ്പദമാക്കിയാണ് പലപ്പോഴും സിനിമ ചെയ്യുന്നത്. സാറിന് 2-3 സിനിമ വിജയനായാലും എന്താ പറയുക, ഈ തകഴി ചിത്രങ്ങളായാലും ഈ സാഹിത്യവും സിനിമയും തമ്മിലുള്ള ബന്ധത്തെ എങ്ങനെയാണ്, അല്ലെങ്കിൽ അടൂർ സാറിൻ്റെ തുടക്കം ശരിക്കും സാഹിത്യത്തിലാണ്. ശരിക്കും നാടകം എഴുതിയിട്ടുണ്ട്, കഥ എഴുതിയിട്ടുണ്ട്. ഈ സാഹിത്യത്തിൽ നിന്ന് സിനിമ സാഹിത്യത്വമായിട്ടുള്ള ആദ്യ പരിചയങ്ങൾ എങ്ങനെയായിരുന്നു? റൊമാൻസ് വിത്ത് ലിറ്ററേച്ചർ. വായനയിലൂടെ ആണ് ഞാൻ പ്രവേശിച്ചിരിക്കുന്നത്. കാരണം വളരെ ഇന്നലെ ഇവിടെ സക്കരയാണെന്ന് തോന്നുന്നു പറഞ്ഞ്, സക്കരയോ മാധവനാണ് പറയുന്നത് കേട്ടു. ഈ സ്കൂൾ വിദ്യാഭ്യാസ കാലത്താണ് പുസ്തകങ്ങളെല്ലാം വായിച്ചത്. അതെൻ്റെ കാര്യത്തിലും വളരെ സത്യമാണ്. ഒരു കാരണം, എൻ്റെ വീട്ടിൽ എല്ലാവരും വായിക്കുന്ന സ്വഭാവമുള്ളവരായിരുന്നു. എൻ്റെ അമ്മ രോഗക്കിടക്കയിൽ കിടന്ന് പോലും വായിക്കുമായിരുന്നു കുറേ പുസ്തകങ്ങൾ. ഞാനും എൻ്റെ മൂത്ത സഹോദരനും ഒരു 3-4 ലൈബ്രറികളിൽ ഒരേ സമയം അങ്ങോട്ടും ഉണ്ടായിരുന്നു. അവസാനം പുസ്തകം വായിക്കാൻ വേണ്ടി ഞങ്ങളൊരു വായനശാല തന്നെ കൂട്ടുകാരെല്ലാം കൂടെ ചേർന്നിട്ട് നാട്ടിലുണ്ടാക്കി. വായനയിൽ കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പുതിയൊരു ലോകം തുറന്നു കിട്ടുന്നത്. പക്ഷെ അന്ന് എൻ്റെ താല്പര്യം നാടകത്തിലായിരുന്നു കൂടുതൽ. അന്ന് നാടകത്തിൻ്റെ ഏറ്റവും നല്ലൊരു കാലഘട്ടമായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന 50കളും ഒരു പരിധി വരെ 60കളും 50-60കളും നാടകത്തിലെ ഏറ്റവും പുതിയ തരംഗങ്ങൾ ഇബ്സൺ മുതൽ ഇങ്ങോട്ട് കൃഷ്ണപിള്ള സാറുമൊക്കെ നാടകം എഴുതി തുടങ്ങുന്ന ആ കാലം. സി.ജെ. തോമസ്, ഒരുപാട് പേര്, തോപ്പിൽ വാസി, ഇതിൻ്റെയൊക്കെ നാടകങ്ങൾ വായിച്ചും കണ്ടും ഒക്കെ ഉണ്ടായ ഒരു ആവേശത്തിലായിരുന്നു. അപ്പം ഞാനും വളരെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ നാടകം എഴുതാനും അഭിനയിക്കാനും അവതരിപ്പിക്കാനും ഒക്കെ തുടങ്ങി. ഞാൻ കരുതി എൻ്റെ ജീവിതം ഇത് തന്നെ ആയിരിക്കും എന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു. സ്കൂൾ വിട്ടും കോളേജിൽ പോയി അപ്പോഴും ഇതെല്ലാം തുടർന്നു. പിന്നെ ഗാന്ധിഗ്രാമിൽ പോയി പഠിക്കാനായിട്ട്. ആ സമയത്ത് ഉണ്ടായൊരു അനുഗ്രഹം, ശങ്കരപിള്ള സാർ, ഞാൻ അവിടെ ചേർന്ന കൊല്ലം തന്നെ അവിടുത്തെ ഞങ്ങളുടെ മലയാള അധ്യാപകനായിട്ട് വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുമതലയായിരുന്നു അവിടുത്തെ ലൈബ്രറി. അപ്പോൾ ലോകത്തിലെ സകല പ്രധാനപ്പെട്ട നാടകങ്ങളും അദ്ദേഹം നാടകകൃത്തായതുകൊണ്ടാണ് എല്ലാ നാടകങ്ങളും നാടകകൃത്തുക്കളെ പറ്റിയുള്ള പുസ്തകങ്ങളും നാടകത്തിൻ്റെ അവതരണത്തെ സംബന്ധിച്ചുള്ള പുസ്തകങ്ങൾ ഇതെല്ലാം ആ ലൈബ്രറിയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോകുന്നത് വരെ, കോളേജ് പഠിക്കുമ്പോൾ പോലും ഇംഗ്ലീഷിലുള്ള നാടകങ്ങളോ അതിൻ്റെ ഒറിജിനലോ വായിച്ചിട്ടില്ല. മലയാള നാടകങ്ങളും മലയാളത്തിലേക്ക് പരിവർത്തനം ചെയ്തിട്ടുള്ള പുസ്തകങ്ങൾ മാത്രമേ വായിച്ചിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോഴെൻ്റെ മുമ്പിൽ പുതിയൊരു ലോകം തുറന്നത്. ഈ നാടകങ്ങളെല്ലാം വായിക്കാൻ തുടങ്ങി. ഞാൻ ഏതാണ്ടൊരു യജ്ഞം എന്നൊക്കെ പറയില്ലേ, ആ മാതിരിയില്ല നാടകങ്ങൾ വായിച്ചത്. പിന്നെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ബർണാഷയുടെ 70 ചില്ലുവാനും, കൃത്യമായിട്ടാണ് ഞാൻ പറഞ്ഞു, 70 ചില്ലുവാനും നാടകങ്ങൾ ഒറ്റ ഇരിപ്പിനാണ് വായിച്ചത്, ദിവസങ്ങളെടുത്ത്. അപ്പോൾ ഈ നാടകം വായിക്കാനും അതിൽ നിന്ന് ബർണാഷയുടെ നാടകം വായിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻട്രഡക്ഷൻ തന്നെ 10-60 പേജുണ്ട്. ചിലപ്പോൾ നാടകം ചിലപ്പോൾ അതിനെക്കാട്ടി കുറവായിരിക്കും നാടകത്തിൻ്റെ പേജുകൾ. പക്ഷേ ഈ ഇൻട്രഡക്ഷൻ, ബാക്ക് ടു മെഥുസേല എന്നൊക്കെ പറയുന്ന നാടകങ്ങളുടെ അദ്ദേഹത്തിൻ്റെ മുഖവരി എന്ന് പറയുന്നത് വളരെ ദീർഘമാണ്. വായിച്ച അന്നത്തെ സമയത്ത് ഇംഗ്ലീഷിൽ അത്രയും പരിജ്ഞാനം ഉണ്ടായിരുന്നുള്ളത് കൊണ്ട് ഒരു ഡിക്ഷണറി, ഒരു നോട്ട് ബുക്ക്, ഇത് 2 വെച്ചിട്ടാണ് ഇത് വായിക്കുന്നത്. അങ്ങനെ ഓഡിയൻസ് അധികം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളൊക്കെ സംസാരിച്ചാണ്. ഞങ്ങൾ പരസ്പരം കണ്ടാൽ മതിയല്ലോ, മുഖാമുഖം നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ നമുക്ക് സംസാരിക്കാം.
അപ്പോൾ അങ്ങനെ ആ സമയത്ത് കൃത്യമായിട്ട് നാടകത്തിൻ്റെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാടകത്തിൻ്റെ ഒരു അതോറിറ്റിയായി മാറി ഞാൻ ആ സമയം. നാടകത്തിൻ്റെ പ്രൊഡക്ഷനെ പറ്റി ഇവിടെ വായിച്ചു, ഈ നാടകങ്ങളെ പറ്റി ഇപ്പോൾ യൂത്ത് ഒനിയിലെ നാടകം എടുത്തു കഴിഞ്ഞാൽ എല്ലാം വായിക്കും. നാടകത്തിനെ പറ്റി എഴുതിയിട്ടുള്ള എല്ലാം വായിക്കും. പ്ലേ പ്രൊഡക്ഷനെ പറ്റി അന്ന് 2-3 വലിയ മാസ്റ്റേഴ്സ് ഉണ്ട് അമേരിക്കയിൽ, നാടകത്തിൻ്റെ വലിയ അതോറിറ്റീസായിട്ട് അറിയപ്പെടുന്നത്. അവരുടെയൊക്കെ പേര് പോലും ഞാനിപ്പോൾ മറന്നുപോയി. അവരുടെയൊക്കെ കൃതികൾ എവിടെ കണ്ടാലും എടുപ്പിച്ച് വായിക്കും. ഇപ്പോൾ വെയിറ്റിംഗ് ഫോർ ഗോദോ ഒക്കെ ഇറങ്ങുന്ന സമയമാണ്. അവരുടെ ഫസ്റ്റ് എഡിഷൻ വന്നപ്പോൾ ഞാൻ വായിച്ചു. അപ്പോൾ അങ്ങനെ നാടകം അങ്ങനെ ഇരിക്കുമ്പോൾ യാദൃശ്യമായിട്ടാണ് ഒരു ജോലി ജോലിയുടെ ഒരു ചാമൊക്കെ പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഇനി കാരണം ആ ജോലി എനിക്ക് ഒരു ഇൻവെസ്റ്റിഗേറ്ററുടെ ജോലിയായിരുന്നു, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ, നാഷണൽ സാമ്പിൾ സർവേ. അപ്പോൾ ആ ജോലിയായിട്ട് ഞാൻ കേരളം മുഴുവൻ യാത്ര ചെയ്തിട്ടുണ്ട്. ആദ്യം 18-19 വയസ്സുള്ളപ്പോൾ കിട്ടിയ ജോലിയാണ്. അതൊരു വലിയ സംഭവമായിരുന്നു. കാരണം പോസ്റ്റ് ഗ്രാജുവേറ്റ്സിനൊന്നും എൻ്റെ ശമ്പളമില്ല ആ സമയത്ത്. ഇവിടുത്തെ കേരളത്തിലെ സർവീസിലുള്ള ആൾക്കൊന്നും അത്ര ശമ്പളമില്ല. അപ്പോൾ ആ രീതിയിലൊരു കേമനായിട്ട് നടക്കുമായിരുന്നു. ഒരു കൊല്ലമൊക്കെ ആയപ്പോഴത്തേക്ക് മടുത്തു. ഇതൊരു എൻ്റെ ജീവിതമാകാൻ പറ്റത്തില്ല എന്ന് എനിക്ക് തോന്നി. അപ്പോഴും നാടകങ്ങൾ എഴുതി അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് പോയിട്ട്. ഇപ്പം മലബാറിലൊക്കെ വളരെ വളരെ റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങൾ, അവിടെ ഒന്നും വണ്ടി പോലും പോകത്തില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയി. ചിലപ്പോൾ തിരിച്ചു വന്നിട്ട് ക്യാമ്പിൽ വന്നിട്ട് പോയി വീണ്ടും ഈ കണക്കെടുക്കാൻ പറ്റാത്തതുകൊണ്ട് പലപ്പോഴും നാട്ടുപുറത്തുള്ള പലരുടെയും വീടുകളിൽ അവരുടെ കൂടെ താമസിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് ആ കാലത്തെടുത്ത്, സംശയമൊന്നുമില്ല. പക്ഷേ അതെനിക്ക് മതിയായി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനൊരു ദിവസം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പരസ്യം ആദ്യമായിട്ട് 61-ലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നത്. അതേ കൊല്ലത്തിൽ തന്നെ ഒരു പരസ്യം കണ്ടു, സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് ആൻഡ് ഡയറക്ഷൻ പഠിപ്പിക്കുന്ന ഒരു കോഴ്സ്. ഞാൻ വിചാരിച്ചു ഈ പ്ലേ റൈറ്റിങ്ങിൻ്റെ ഒരു പ്ലേ എഴുതുന്നതിന് കൊച്ചു സീനായിട്ട് കട്ട് ചെയ്തായിരിക്കണം സ്ക്രീൻ പ്ലേ. അപ്പോൾ അത് കൂടുതൽ പഠിക്കാനുള്ളൊരു ചാൻസാണല്ലോ, ഫോർമലായിട്ട് അക്കാദമിക്കായിട്ട് പഠിക്കാനുള്ളൊരു ചാൻസാണെന്ന് പറഞ്ഞിട്ടാണ് പൂനെയിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് എനിക്ക് അഡ്മിഷൻ കിട്ടിയെന്ന് മാത്രമല്ല, എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി. കെ ആബാസും ഒക്കെ ആയിരുന്നു അന്നത്തെ ആ ബോർഡിലുണ്ടായിരുന്നത് ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു നല്ലൊരു രീതിയിൽ എനിക്ക് അവിടെ സെലക്ഷൻ കിട്ടി. അവിടെ നിന്ന് എൻ്റെ ജോലി രാജിവെച്ച് എഴുതുകയായിരുന്നു. അന്ന് എനിക്കൊരു മെറിറ്റ് സ്കോളർഷിപ്പും കിട്ടി. അതൊരു വലിയൊരു അനുഗ്രഹമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ജോലി നഷ്ടപ്പെട്ടതിൻ്റെ വലിയ വിഷമം ആ സമയത്ത് ഇല്ലാതെ, കുറച്ച് വലിയ എമൗണ്ടൊന്നും അല്ലെങ്കിൽ പോലും ഒരു പിന്തുണയായിരുന്നത്. അങ്ങനെയാണ് സിനിമയിലേക്ക് വരുന്നത്. അവിടെ ചെന്നിട്ടും ആദ്യത്തെ ഒരു കൊല്ലം മുഴുവൻ ഞാൻ നാടകങ്ങൾ വായിക്കായിരുന്നു. അവിടെയും നല്ലൊരു ലൈബ്രറി ശേഖരം ഉണ്ടായിരുന്നു, അതൊക്കെ വായിക്കാൻ കഴിഞ്ഞു. എന്നിട്ട് കുറേശ്ശെയായിട്ടാണ് സിനിമകൾ കണ്ട് അതിലേക്ക് ഇതിൻ്റെ ഒരു സംസ്കാരത്തിലേക്ക് വരികയായിരുന്നു. അപ്പം വലിയ മാസ്റ്റേഴ്സ് സിനിമ എടുത്തു തുടങ്ങിയ കാലം മുതൽ ഇന്നത്തെ കാലം വരെയുള്ള ഓരോ ദശാബ്ദങ്ങളിലെയും ഈ സിനിമ പുരോഗമിച്ചു വന്നതിൻ്റെ ടെക്നോളജി, അതിൻ്റെ ടെക്നിക്ക്, പിന്നെ അതിലെ ഓരോ പുതിയ തരംഗങ്ങൾ, ഇതെല്ലാം കണ്ട് അതിശയിക്കുകയും കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഊണിലും ഉറക്കത്തിലൊക്കെ സിനിമയായി മാറി. അങ്ങനെ ആണ് സിനിമയിലേക്കുള്ള പ്രവേശനം. ഈ നാടക പരിചയം, നാടകത്തെക്കുറിച്ചുള്ള പഠനം, നാടകം രചന തുടങ്ങിയത് അതിൽ സിനിമ ചെയ്യുമ്പോൾ സിനിമയുടെ ഏതൊക്കെ ഘടകങ്ങൾ സഹായിക്കും? തിരക്കഥയിലാണോ, രംഗത്തിന് എന്താ പറയുക, പിന്നെ ഇവിടെ ഇപ്പോൾ എഡിറ്റിംഗ് ഒരുപാട് നാടകത്തിന് സ്വാധീനം ഉണ്ടാകാം, സംഭാഷണങ്ങൾ പ്രത്യേകിച്ച് താങ്കളുടെ സിനിമകളുടെ സംഭാഷണങ്ങൾ വളരെ നാടകത്തിൽ നിന്നുള്ള ഒരു അനുശീലനമാണോ? നാടകം എനിക്ക് ഉപയോഗപ്പെട്ടത് നാടകം എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നത് കൊണ്ട് സിനിമ നാടകമല്ല എന്ന് കൃത്യമായിട്ട് ആദ്യം തന്നെ മനസ്സിലാക്കി. അതായിരുന്നു വലിയ പാഠം. പക്ഷേ നാടകം എനിക്ക് സഹായിച്ചത് എവിടെയാണെന്ന് വെച്ചാൽ, ഒന്ന് നാടകത്തിൻ്റെ ഒരു ഘടനയുണ്ട്. കാരണം നമ്മൾ സംസാരിക്കുന്നതിൽ പോലും ഒരു ഘടനയുണ്ട്, ഓരോ വാക്യത്തിനും ഒരു ഘടനയുണ്ട്. അതിൽ ഒന്ന് വിഷയം അവതരിപ്പിക്കുകയും പിന്നെ അത് പറയുകയും പിന്നെ അത് ഫലിപ്പിക്കുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ആരംഭവും ഒരു തുടർച്ചയും ഒരു അവസാനവും, തീർച്ചയായിട്ടും ഈ 3 ഘട്ടങ്ങളുണ്ട്. ഇതിനെ സംബന്ധിച്ചുള്ള ഒരു ധാരണ നമ്മൾ വളരെ കാര്യമായിട്ട് ഉറച്ചു. അതുകൊണ്ടാണ് സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ആളുകളെ എങ്ങനെയാണ് തിയേറ്ററുകളിൽ
താല്പര്യപൂർവ്വം ഇരുത്താൻ കഴിയുക എന്നത് വളരെ പ്രധാനമാണ്. എന്തിനാണ് സിനിമ കണ്ടു കഴിഞ്ഞാൽ വളരെ പരപ്പനായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരു സിനിമ ആളുകൾ മുഷ്പനാണെന്ന് പറഞ്ഞ് എണീറ്റ് പോകും. പക്ഷെ ആളുകൾ എങ്ങനെ അവരെ കൊളുത്തി നിർത്തി അവരുടെ ശ്രദ്ധ ഈ പറയുന്ന കഥയിലേക്ക് കാര്യത്തിലേക്ക് എങ്ങനെ തുടർച്ചയായിട്ട് അവരുടെ ശ്രദ്ധ നിലനിർത്താൻ കഴിയണം അതിനാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആ സ്ട്രക്ചർ ഞാൻ നേരത്തെ പറഞ്ഞതിലൂടെ നാടക അനുഭവത്തിലൂടെ തന്നെ പഠിച്ചതാണ്. അതാണ് എനിക്ക് സഹായമായത്. പിന്നൊന്ന്, എൻ്റെ നടീനടന്മാരെ കൈകാര്യം ചെയ്യുന്നതിൽ എൻ്റെ ഒരുപാട് സിനിമകളിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നവരുണ്ട്, ആദ്യമായിട്ട് മുഖ്യ കഥാപാത്രമായിട്ട് പോലും വരുന്നവരുണ്ട്. ഇവരൊക്കെ പിന്നെ കൈകാര്യം ചെയ്യുന്നതിലുള്ള ഒരു സൗകര്യം എനിക്ക് കിട്ടിയത് നാടകത്തിൽ നിന്നാണ്. നാടകത്തിൽ അഭിനയിച്ചും മറ്റുള്ളവരെ കൊണ്ട് അഭിനയിപ്പിച്ചുമുള്ള പരിചയം വളരെ പ്രധാനമായിരുന്നു. കാരണം പല സമയത്തും വളരെ പ്രശസ്തരും വളരെ പ്രഗത്ഭരുമായിട്ടുള്ള നടീനടന്മാർ പോലും ചില സമയങ്ങളിൽ ഞാൻ ആവശ്യപ്പെടുന്ന പോലെ അവർക്ക് ചെയ്യാൻ കഴിയാതെ വരുന്നു. സാറേ ഒന്ന് കാണിച്ചു തരണം എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ചോദിക്കും. അവിടെ തോറ്റാൽ നമ്മൾ തോറ്റു, അയാളുടെ മുമ്പിൽ നമ്മൾ തോറ്റു. അവിടെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെയാണ് പറയേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, നിങ്ങളുടെ അംഗവിക്ഷേപങ്ങൾ എങ്ങനെയായിരിക്കണം, നിങ്ങൾ എങ്ങനെ നിൽക്കണം, എങ്ങനെ നോക്കണം, ഇതൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അല്ലെങ്കിൽ അവർ സാധാരണ ചെയ്തു വരുന്ന ഒരു രീതിയുണ്ട്. ഈ പ്രഗത്ഭരായ നടീനടന്മാർക്ക് വരുന്ന ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ആരെയും ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റ് ചെയ്യുന്നില്ല. സന്ദർഭം പറഞ്ഞവരെ അങ്ങ് വിടുകയാണ്. ചിലപ്പോൾ ഡയലോഗ് ഉണ്ടെങ്കിൽ ഡയലോഗ് അവർക്ക് ശരിയെന്ന് തോന്നുന്ന രീതി അവർ ഡയലോഗ് പറയും. ഇതൊക്കെ ഈ നാടകത്തിൻ്റെ ഘടനയെ പറ്റി മനസ്സിലാക്കിയതുകൊണ്ട് എൻ്റെ പടത്തിനകത്ത് വായാടുത്തമില്ല. ഞാൻ കൃത്യമായിട്ട് അവകാശപ്പെടുന്ന ഒരു കാര്യമാണ്. വേണ്ടതല്ലാത്ത ഒരു വാക്കുപോലും ആരും പറയത്തില്ല. അതേസമയം നമ്മളൊരു കൊമേഴ്ഷ്യൽ സിനിമ കണ്ടു കഴിഞ്ഞാൽ തുടക്കം മുതൽ വായാടുത്തമാണ്. എല്ലാവരും ഒരുപാട് സംസാരിക്കുകയാണ്. ചിലർ ഒരുപാട് സംസാരിക്കാനുള്ളതുകൊണ്ട് പലപ്പോഴും പല നടീനടന്മാരും സംസാരിക്കുന്നവരെന്നാണ് പറയുന്നത്. മനുഷ്യർ പറയുന്ന സ്പീഡിലൊന്നുമല്ല, ആ ഒരു വേഗത അവർക്കങ്ങ് നഷ്ടപ്പെട്ടു വരിക. ഒരുപാട് പറയാനുള്ളതുകൊണ്ട്. പക്ഷെ അവർക്ക് കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പുറത്തിരുന്ന് ഒരുത്തനിരുന്ന് പ്രോംപ്റ്റ് കൊടുക്കായിരിക്കും. ഒന്നല്ല, ഒന്നി കൂടുതൽ ആളുകൾ മേശയുടെ കീഴിലോ പിന്നെ കട്ടൻ്റെ പുറകിലൊക്കെ നിന്നിട്ട് നാടകത്തിലെ പോലെ തന്നെ പണ്ട് ചെയ്യുന്നത് പോലെ തന്നെ പ്രോംപ്റ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് പലരും ഇത്രയും വാചക കസർത്ത് ഒറ്റയടിക്ക് കാച്ചുന്നത് അങ്ങനെയാണ്. പക്ഷെ വന്നിരിക്കുന്ന ജനം കൈയടിക്കുകയും ചെയ്യും. അവർക്ക് അതാണ് വേണ്ടത്. നമ്മുടെ സിനിമ പ്രധാനമായിട്ടും ആളുകൾ കേൾക്കുക ചെയ്യുന്നത്, കാണുകയല്ല. ശബ്ദരേഖയാണ്. അതുകൊണ്ടാണ് ഈ റേഡിയോയിൽ ശബ്ദരേഖ വരുമ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷമാകുന്നതാണ്. അപ്പോൾ അതിൽ ഞാൻ പരാജയപ്പെടുന്ന ഒരു ഭാഗമാണ്. എൻ്റെ സിനിമ ഒരിക്കലും ശബ്ദരേഖയായിട്ട് ആരും കേൾപ്പിക്കുകയില്ല. കാരണം പിന്നെ അതിനകത്ത് ഒന്നും മനസ്സിലാവത്തില്ല. ഇത് കേട്ട് കഴിഞ്ഞാൽ ശബ്ദം മാത്രം കേട്ട് കഴിഞ്ഞാൽ. ശബ്ദരേഖ എന്ന് പറഞ്ഞാൽ എല്ലാ ശബ്ദവും ഇല്ല, ഒരു സംഭാഷണമാണ്. അതാണ് എൻ്റെ രേഖ. അപ്പോൾ അതൊരു പ്രത്യേകതയാണ്. പക്ഷെ നാടകത്തിൽ സംഭാഷണം എത്രമാത്രം പ്രധാനമായിരിക്കുന്നുവോ അതുപോലെ തന്നെയാണ് സിനിമയിലെയും സംഭാഷണം പ്രധാനം. പിന്നെ ഈ വായാടുത്തം എന്ന് പറയുന്നതിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഒരു ഫോക്കസ് എവിടെയാണ് നഷ്ടപ്പെട്ടു. ഒരുപാട് വർത്തമാനം പറയുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ പിൻ പോയിന്റ് ചെയ്യാൻ കഴിയണമെങ്കിൽ നമ്മൾ പറയുന്നത് കർശനമായിട്ടും പറയേണ്ട കാര്യം മാത്രം പറയുക എന്നുള്ളതാണ്. എനിയോട് ധാരാളം വായിക്കുന്ന ഒരാളാണ്, കണ്ടംപററി ഫിക്ഷനായാലും മറ്റായാലും. അപ്പോൾ പക്ഷേ സിനിമയുടെ കാര്യത്തിൽ എനിക്കോട് തകഴിയും ബഷീറും ഒഴികെ വളരെ ഒരു 40s 50s എഴുതിയിട്ടുള്ളതാണ്. പിന്നെ ചെയ്തിട്ടുള്ള വിധേയൻ, സക്കറിയ ഒഴികെ എനിക്കോട് കണ്ടംപററി ഫിക്ഷൻ അധികം സിനിമയാക്കാൻ പ്രേരണ ആയിട്ടില്ലായിരിക്കും. പക്ഷെ നെൽകുത്ത്, ഹാങ്മാൻസ് ജേണൽ എന്ന് പറഞ്ഞൊരു ഒരു ട്രിഗർ ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷേ നോവലിൽ. അതർവൈസ് എനിക്കൊരു കണ്ടംപററി ഫിക്ഷൻ ശരിക്കും നിങ്ങളെ സിനിമ ഒരു ഫിലിം ഡയറക്ടർ നിലയ്ക്ക് ചാലഞ്ച് ചെയ്യുന്നില്ലേ? ഇല്ല, ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് സ്വന്തം നിലയിൽ എഴുതി സ്വന്തം ആശയങ്ങൾ എന്നെ ശരിക്കും കൃത്യമായിട്ട് എന്നെ അലട്ടുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ഞാൻ ജീവിക്കുന്ന സമൂഹത്തിൽ എന്നെപ്പറ്റി പല പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഞാനിങ്ങനെ നിരന്തരമായിട്ട് ആലോചിക്കാറുണ്ട്. മനഃപൂർവ്വമായിട്ടല്ല, അതിങ്ങനെ വരികയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് സാധാരണ ഞാൻ സിനിമ എടുക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ചില കാലം വരും, വളരെ ഊഷരമാകുന്ന കാലഘട്ടങ്ങൾ വരും. ഒന്നും തോന്നത്തില്ല, എനിക്കൊരു സ്വയം മതിപ്പ് തോന്നുന്ന ഒരു ആശയവും തോന്നാത്ത കാലങ്ങളുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ വായിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും എടുത്ത് രണ്ടാമത് വായിച്ചു പോകും. അങ്ങനെയാണ് മതിലുകൾ ആദ്യമായിട്ടൊരു കൃതി വേറൊരാൾ എഴുതിയ കൃതി എടുത്ത് സിനിമയാക്കാൻ തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് മതിലുകളെടുത്ത് അതിലല്പം മടി പഠിച്ചു.
അപ്പോഴാണ് പിന്നെ ഞാൻ വേറെ കഥ നോക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ശങ്കരയുടെ ഭാസ്കര പട്ടേലും എൻ്റെ ജീവിതവും അഡാപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാൻ തിരിച്ചു പോകണം, എന്നിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ പിന്നെ കഥാപുരുഷൻ മുതലുള്ള പടങ്ങൾ സ്വയമായിട്ട് എടുക്കാൻ തുടങ്ങി. സ്വന്തം ആശയവും രചനയുമായിട്ട് പോയത്. അത് കഴിഞ്ഞ് വീണ്ടും പിന്നെ ഈ 4 പെണ്ണുങ്ങളും 1 പെണ്ണും 2 ആണും തകഴിയുടെ കഥ എടുക്കാൻ കാരണം ദൂരദർശനാണ്. അവർ ഈ ജ്ഞാനപീഠ അവാർഡ് നേടിയിട്ടുള്ള ഓഥേഴ്സിൻ്റെ അവരെ ആദരിക്കാൻ വേണ്ടിയിട്ട് ഒരു സീരീസ് സിനിമകൾ ഒന്നുകിൽ അവരെ ജീവിതത്തെ പറ്റി അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും കൃതിയെ പറ്റി, എന്ത് കൃതിയുമാകാം, ഒരു സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് അവരെന്നോട് ആവശ്യപ്പെട്ടു. ഞാനതിൽ താല്പര്യം കാണിച്ചില്ല ആദ്യം. കാരണം തകഴി എഴുതിയ ഒരുമാതിരി കൊള്ളാവുന്ന കഥകളെല്ലാം സിനിമയായിട്ടുണ്ട്, ഒന്നും ബാക്കിയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ വളരെ നിർബന്ധിച്ചു, വളരെ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട സംവിധായകരെല്ലാം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്, ചെയ്യാൻ പറ്റില്ല, അങ്ങനെ അരൂരിനെ വിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഒരുപാട് സമ്മർദ്ദമുണ്ടായി. അന്നൊരു മിസ്റ്റർ റെഡ്ഡി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ നിർബന്ധം വന്നപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഞാൻ ചെയ്യാം. പക്ഷെ അത് ഞാൻ ദൂരദർശന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമായിട്ടല്ല ചെയ്യുന്നത്, എൻ്റെ ഒരു സിനിമയായിട്ടാണ് ചെയ്യുന്നത്. അത് സ്വതന്ത്രമായിരിക്കും, നിങ്ങൾക്ക് അതിൽ നിന്ന് ഞാനൊരു ദൂരദർശന് വേണ്ടി ഒരു പ്രോഗ്രാം അതിൽ നിന്ന് ഉണ്ടാക്കി തരാം. അപ്പോൾ നിങ്ങൾ എനിക്ക് ഇടങ്കോലൊന്നും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി. അങ്ങനെയാണ് ആ പടങ്ങൾ 2 പടമായി. അപ്പോൾ ഞാൻ പോയിരുന്നു തകഴിയുടെ വർക്കുകളെല്ലാം ഇരുന്ന് ഒരുമിച്ച് വായിച്ചു. കിട്ടാവുന്നത് ഒരു 10-400 കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എനിക്കൊരു 10-200 എനിക്ക് തേടി പിടിക്കാൻ പറ്റും. അങ്ങനെ എടുത്തു വന്നപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് ഈ സ്ത്രീകളെ പറ്റി അദ്ദേഹം എഴുതിയ കഥകളാണ്. അത് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം അറിഞ്ഞില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട കഥകൾ ഇങ്ങനെ മാറ്റി വെച്ച് വായിച്ചു അവസാനം നോക്കിയപ്പോൾ ഒരു 9 കഥകൾ അദ്ദേഹത്തിൻ്റെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചു. നോക്കിയപ്പോൾ അതിശയിച്ചു പോയി. എല്ലാം അതിൽ 9-ൽ 8 എണ്ണവും സ്ത്രീകളെ പറ്റിയുള്ള കഥകളാണ്. അതിശയിച്ചു. സ്ത്രീകളെ പറ്റിയുള്ള കഥയെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അത് കൊച്ചു കഥകൾ. ചില കഥയൊക്കെ 1.5 പേജൊക്കെ ഉള്ളൂ. ചില ഈ നഖചിത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വരാവുന്ന ചില കഥ. അതിൽ നിന്ന് ഞാനൊരു കഥ ഉണ്ടാക്കിയെടുക്കുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അങ്ങനെയാണ് ഈ 2 സിനിമകൾ ഉണ്ടാകുന്നത്, ചെറുകഥകളെ പറ്റി. കാരണം ചെറുകഥകൾ സാഹിത്യത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ്. ഞാൻ നോക്കിയപ്പോൾ എന്തുകൊണ്ടാണ് അത് സിനിമയിൽ ശ്രമിച്ചുകൂടാ, നോക്കിക്കൂടാ എന്ന് തോന്നി. അങ്ങനെയാണ് ഈ കഥകൾ എടുത്തത്. ആദ്യം എടുത്തത് ഈ 4 പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ കഥയാണ്. അപ്പോൾ ഈ 4 പെണ്ണുങ്ങളെ വളരെ ഒരേ സമയത്തല്ല അവർ ജീവിക്കുന്നത്, ഒരേ തരം സമുദായത്തിൽ നിന്നല്ല അവർ വരുന്നത്, ഒരേ തട്ടിലല്ല, ജീവിതത്തിൻ്റെ പല തട്ടുകളിൽ നിൽക്കുന്ന 4 പെണ്ണുങ്ങളാണ്. അപ്പോൾ ഇവരുടെ കഥകൾ ഇവരിൽ കൂടി സ്വതന്ത്രമായിട്ട് ഒരു കഥാപാത്രവും കോമണായിട്ട് വരുന്നില്ല ഒന്നിലും. അപ്പോൾ ഈ കഥകളെ വ്യത്യസ്തമായ കഥകളെ നിർത്തിയിട്ട് അതിൽ കൂടി ഒരു ആശയത്തിൻ്റെ വളർച്ച, സ്ത്രീയുടെ സ്വത്വം എന്ന് പറയുന്ന ഒരു ആശയം വികസിപ്പിക്കുക എന്നുള്ള ഒരു തീം അത് ഞാൻ ആരോപിച്ചു. അങ്ങനെയാണ് ആ പടം ചെയ്തിരിക്കുന്നത്. പക്ഷെ കാണുമ്പോൾ ഓരോന്നും വ്യത്യസ്തമായ കഥകളാണ്. അതിങ്ങനെ കുറേശ്ശായിട്ട് ഇങ്ങനെ വളർന്ന് അവസാനത്തെ സ്ത്രീയിലെ അവളെ വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ഒരു പെൺകുട്ടി, അവളുടേതല്ലാത്ത അല്ലാത്ത സാഹചര്യങ്ങൾ, അവളുടെ കുറ്റമല്ലാത്ത സാഹചര്യത്തിൽ അവൾ അവിവാഹിതമായിട്ട് കഴിയേണ്ടി വരുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ്. അപ്പോൾ അത് ഞാനെടുത്ത സിനിമകളിൽ ഏറ്റവും കൂടുതൽ ലോക ചലച്ചിത്രോത്സവങ്ങളിൽ കാണിച്ചിട്ടുള്ളൊരു സിനിമയാണ്. ഒരു 50-ൽ പരം ഫെസ്റ്റിവലുകളുടെ എണ്ണം എനിക്കറിയാം. അതല്ല, ഞാൻ അറിയാതെ പോയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. ഇവിടെയെല്ലാം ഈ 75% ഓഡിയൻസിൽ 75% സ്ത്രീകളാണ് വന്ന് കണ്ടിരിക്കുന്നത്. പല ഫെസ്റ്റിവൽസിൽ ഞാൻ നേരിട്ട് പോയി സിനിമ അവിടെയൊക്കെയുള്ള പതിവനുസരിച്ച് സിനിമ ആദ്യം അവതരിപ്പിക്കണം, അതിലൊരു ചെറിയൊരു മുഖവുര പറഞ്ഞിട്ട് അവതരിപ്പിക്കുക. അത് കഴിഞ്ഞ് സിനിമ കാണിച്ചു കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്ന ഓഡിയൻസുമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ആൻസർ, ചോദ്യോത്തര വേളയുണ്ട്. ആ സമയത്ത് അധികം സ്ഥലങ്ങളിൽ ഞാൻ അതിശയിച്ചു പോയത് സ്ത്രീകൾ എഴുന്നേറ്റിട്ട് അവരുടെ സന്തോഷമാണ് ഒരു പ്രസംഗം പോലെ അങ്ങ് പറയുക. അതൊക്കെ നമുക്ക് മനസ്സ് തറഞ്ഞു. അപ്പോൾ പലപ്പോഴും പറഞ്ഞു, ഇത് എഴുതിയ ആദറിനും ഈ പടം എടുത്ത നിങ്ങൾക്ക് ഞങ്ങളുടെ അഭിനന്ദനം എന്ന് പറഞ്ഞിട്ടാണ് പലരും എണ്ണീറ്റ് പറയുന്നത്. അവരത് ഇത് ഓൺ ചെയ്തു, അവരുടെ ഒരു സ്വന്തം ഇതാക്കി മാറ്റി.
ഇത് നാട്ടുമ്പുറത്ത്, കേരളത്തിലെ തനി നാട്ടുമ്പുറത്ത് നടന്ന കഥകളാണ്. അതായത് തകഴിയിലും ചുറ്റുപാടുമുള്ളതാണ് അതിൻ്റെ സ്ഥലം. അവിടെ ഇംഗ്ലണ്ടിൽ ലണ്ടനിൽ ഈ പടം കാണിച്ചപ്പോൾ അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫെമിനിസ്റ്റ് പ്രവർത്തക, അവരൊരു ജേർണലിസ്റ്റ്, അവരെഴുതിയത് ഈ പടം എവിടെയോ ഏതോ രാജ്യത്തിൻ്റെ ഏതോ അജ്ഞാതമായ സ്ഥലത്ത് നടക്കുന്ന കഥകളാണ് ഇത്. പക്ഷെ ഇന്നിപ്പോൾ ലണ്ടനിൽ കാണുമ്പോൾ ഇന്നത്തെ സമുദായത്തിന് നേരെ വിളിച്ച ഒരു കണ്ണാടി പോലെ തോന്നുന്നു ഈ സിനിമയിൽ. എനിക്കൊന്ന് ആ സിനിമയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ട്രിബ്യൂട്ടായിരുന്നു എനിക്ക് തോന്നി. ഞാൻ ഒരിക്കലും അത് പ്രതീക്ഷിച്ചില്ല. ഞാൻ കൃത്യമായിട്ട് നമ്മുടെ ആളുകൾ എന്താ ഒരു പീരിയഡ് ഫിലിം പോലെയാണ് നമ്മൾ തോന്നേണ്ടത്. പക്ഷെ അതല്ല, പീരിയഡ് അല്ലത്. പീരിയഡ് ആവുന്നത് ആ കാലഘട്ടത്തിൽ മാത്രം പ്രസക്തമാകുന്ന പടത്തിനാണ് പീരിയഡ് ഫിലിം ആവുന്നത്. ഈ പീരിയഡ് ഫിലിം അല്ല ശരിക്കും പറഞ്ഞാൽ. ഒരു പീരിയഡിൽ സെറ്റ് ചെയ്തിരിക്കുന്നുള്ളതേ ഉള്ളൂ. യൂണിവേഴ്സലായിട്ടുള്ള ഒരു സ്ത്രീയെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പണം കണ്ട് ഇറക്കുന്നവർക്കും ഓരോ കഥ കണ്ട ഫീലിംഗ് അല്ല ഉള്ളത്. അതും വളരെ കൃത്യമായിരുന്നു. പക്ഷെ പലരും എനിക്ക് മുമ്പേ ഇതുപോലെ ചെറുകഥകൾ സിനിമയാക്കിയിട്ടുണ്ട്. അവരാരും ഇതുപോലെ ചേർത്തിട്ടില്ല. സത്യജിത്രയെ പോലും തീം കന്യാക്കി എടുത്തതിൽ അവർ തമ്മിൽ ബന്ധമൊന്നുമില്ല. 3 സെപ്പറേറ്റ് ആയിട്ട് ബന്ധമില്ലാത്ത കഥകളാണ് പറഞ്ഞിരിക്കുന്നത്. കുറുസഭയുടെ ഉണ്ട്, അങ്ങനെ അപൂർവം ചില സിനിമകളുണ്ട്. അതായിരുന്നു തകഴിയുടെ കഥകൾ ചെയ്തത്. ഇങ്ങനെ 3 അനുഭവങ്ങളാണ് എനിക്കുള്ളത്. കണ്ടംപററി ഫിക്ഷൻ ചാലഞ്ച് ചെയ്യുന്നല്ലോ. കണ്ടംപററി ഫിക്ഷൻ ഞാൻ വായിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് വളരെ എൻ്റെ ഉള്ളിൽ നിന്ന് വരുമ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു തൃപ്തി ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നത്. അത് എനിക്കൊന്നും വരാത്തൊരു സമയമാണ് കണ്ടംപററി അല്ലേ. അത് ഞാൻ അതിനുവേണ്ടി വായിക്കാറില്ല. ഞാൻ സിനിമയ്ക്ക് വേണ്ടി കൊള്ളാമോ എന്ന് പറഞ്ഞ് വായിക്കാറില്ല. നേരത്തെ വായിച്ചത് ഞാൻ തിരിച്ച് തികട്ടി എടുക്കുന്നതാണ്. പിന്നീട് രണ്ടാമത് വായിച്ച് നോക്കുമ്പോഴും അത് വളരെ ചലഞ്ചിങ് ആയിട്ട് തോന്നിയാൽ മാത്രമാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ബഷീറിൻ്റെ മതിലുകളാണെങ്കിൽ അത് ഒരുപാട് പേര് അത് സിനിമ എടുക്കാൻ ശ്രമിച്ചിട്ട് ചിലരൊക്കെ തിരക്കഥയൊക്കെ എഴുതി. എന്നിട്ട് ബഷീറിനോട് പോയി കണ്ട് പിന്നെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് പടം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് അവർ പിന്നെ ഡ്രോപ്പ് ചെയ്യും. കാരണം ഈ നായികയെ കാണിക്കാത്ത സിനിമ എങ്ങനെയാണ്? ഒരു നായികയെ കാണിക്കാൻ പറ്റിയില്ല, സിനിമ പറ്റത്തില്ലല്ലോ എന്നുള്ളത് കൊണ്ട് അതൊക്കെ ഡ്രോപ്പ് ചെയ്യുമായിരുന്നു. എന്ന് മാത്രമല്ല, ബഷീറിനോട് പറഞ്ഞൊരു കഥയുണ്ട്. ഒരാൾ എഴുതിക്കൊണ്ട് വന്ന തിരക്കഥയ്ക്കകത്ത് ഓരോ തവണ ബഷീർ ഈ മതിലിൻ്റെ ഈ വശത്ത് നിന്ന് സംസാരിക്കുമ്പോഴും അപ്പുറത്ത് നിന്ന് പറയുന്ന നാരായണിയെ കാണിക്കും. ഓരോ തവണയും ഓരോ സുന്ദരിമാരായിരിക്കും. അപ്പോൾ എത്ര നായികമാരെ ഒരു സിനിമയിൽ അവതരിപ്പിക്കാൻ പറ്റും? അപ്പോൾ എന്നോട് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഞങ്ങൾ തമ്മിൽ ആദ്യമാണ് കാണുന്നത്. ഞാൻ കോഴിക്കോട് വന്ന ബേപ്പൂരിലെ ഡോക്ടർ എം ബഷീറുമായിട്ടാണ് അവിടുത്തെ അതിനെ പോയി കാണുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചു, അതെ ആരായിരിക്കും ഗോപാലകൃഷ്ണൻ നായിക ഈ പടത്തിൽ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നായിക കാണത്തില്ല, നായിക ഇല്ലെന്ന്. എന്ന പടം നന്നാവും, എന്ന പടം നന്നാവും. ഞങ്ങൾ വളരെ മനോഹരമായൊരു ബന്ധമാണ് എനിക്ക് സാധാരണ ഈ അതിനു മുമ്പ് ഇല്ലാത്ത ഒരു വലിയ ബന്ധമാണ് ബഷീറുമായിട്ട്. ബഷീറിനെ വായിച്ച് ആരാധിച്ച് ദൂരെ നിന്ന് കണ്ടിട്ടേ ഉണ്ടായിരുന്നത് അതിന് മുമ്പേ. പക്ഷെ ആ സിനിമ എടുത്തുകൊണ്ട് ഞാൻ സിനിമ എടുത്തു കഴിഞ്ഞപ്പോഴും ആദ്യമായിട്ട് കോഴിക്കോട്ട് കൊണ്ടുവന്ന് ഞാൻ എം ടിയെ വിളിച്ച് പറഞ്ഞ് എം ടി തന്നെ അവിടെ അറേഞ്ച് ചെയ്തു. സംഘം തിയേറ്ററിലെ പറ്റുവാണ് ഒരു ബഷീറിനെയും സുഹൃത്തുക്കളെയൊക്കെ അദ്ദേഹത്തിൻ്റെ സൗഹൃദ സംഘത്തെയൊക്കെ വിളിച്ച് ഇവിടെ വെച്ചായിരുന്നൊരു പ്രിവ്യൂ നടത്തിയത്. അപ്പോൾ ബഷീറിനെ കൃത്യമായിട്ട് ബഷീർ വന്നു. ബഷീർ വന്നിട്ട് എന്നോട് ഹോട്ടലിൽ പടം കാണുന്നതിന് മുമ്പ് ഹോട്ടലിൽ വന്നു, നേരത്തെ വന്നു. അപ്പോൾ ബഷീറിൻ്റെ ഭാബി പറയായിരുന്നു, മൂപ്പര് ഇന്നലെ ഉറങ്ങിയിട്ടില്ല, മൂപ്പര് ഇതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റില്ല. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ വർത്താനം പറഞ്ഞിരുന്നു, ഇന്നും തൊടാത്ത വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നിട്ട് അവസാനം ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതെ ആ പടം അവസാനിക്കുന്നത് നായകൻ ജയിലിൻ്റെ പുറത്ത് വന്നിട്ട് ഒരു ചുവന്ന റോസാപ്പൂവും കയ്യിൽ വെച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ബഷീറിനോട് എങ്ങനെയാണ് കള്ളം പറയുന്നത്? അതുപോലെ ഞാൻ വല്ലാതെ വിഷമസിദ്ധിയിലായി. ഞാൻ പറഞ്ഞു, വളരെ താണ സ്വരത്തിൽ ഞാൻ പറഞ്ഞു, അല്ല. അത് പ്രത്യേകിച്ച് പിന്നെ ഒന്ന് ചോദിച്ചു. പടം കണ്ടു കഴിഞ്ഞ് എനിക്ക് പേടിയായിരുന്നു എന്തായിരിക്കും റിയാക്ഷൻ. കാരണം ഈ എഴുത്തുകാരൻ എപ്പോഴും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു രൂപം കാണും. സിനിമ അതിനെ സംബന്ധിച്ചെടുക്കുന്ന സിനിമയെ സംബന്ധിച്ചുള്ള ഒരു രൂപം അവർക്ക് കാണും. അപ്പോൾ അതിൽ നിന്ന് മാറി എന്തെങ്കിലും ചെയ്യുന്നത് വലിയ അപകടമാണ്. കാരണം അവർ നമ്മളെ കണ്ടം ചെയ്യും. അതുകൊണ്ട് ആ പേടി എനിക്കുണ്ട്. ഈഗോയുടെ ഒക്കെ പ്രശ്നമാണ്. പക്ഷെ എൻ്റെ ഭാഗ്യമെന്ന് മാത്രം പറയാം, ബഷീർ എല്ലാവരും ആ പടം കഴിഞ്ഞ് എല്ലാവരും തിയേറ്ററിൽ എണീറ്റും അതേ ആൾ തന്നെ അവിടെ തന്നെ ഇരിക്കുന്നു.
ഞാൻ നേരെ അടുത്ത് ചെന്ന് വലിയ ധൈര്യമൊക്കെ സംഭരിച്ച് അടുത്ത് ചെന്നു. അപ്പോൾ എന്നോട് ഇങ്ങനെ തല ഉയർത്തി നോക്കിയപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. പുള്ളിയുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു. എന്നോട് പറഞ്ഞു, നോട്ട് എ ഡൾ മോമെൻറ്റ്. അങ്ങനെ പറയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനും അന്തപ്പെട്ടു പോയി. ആ പടത്തിന് അങ്ങനെ ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ടായി. ആ പടത്തിൻ്റെ റൈറ്റ്സൊക്കെ തരുന്ന സമയത്ത് ബഷീർ എന്നോടൊക്കെ പറഞ്ഞു, ഗോപാലകൃഷ്ണൻ ഈ പടത്തിൽ ധാരാളം അവാർഡ് കിട്ടും, ധാരാളം പണവും കിട്ടും. ഇത് രണ്ടും സത്യമായി. അത് പ്രോഫിറ്റിക്കായി, രണ്ടും സത്യമായി. ഈ പടം ആദ്യമായിട്ട് സ്ക്രീൻ ചെയ്ത് 1990 ജനുവരിയിൽ കൽക്കട്ടയിൽ ഫെസ്റ്റിവൽ നടക്കുക, ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ നടക്കുമ്പോൾ അവിടെയായിരുന്നു കാണിച്ചു. കുറേ വളരെ സത്യജിത്രയുടെ പടങ്ങളെല്ലാം കാണാൻ വന്നുകൊണ്ടിരുന്നു. ഈ പടം കാണാൻ കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് എന്നോട് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്ന പുറത്തോട്ടൊന്നും ഇറങ്ങരുത്, പടിയൊന്നും കയറരുത് എന്നൊക്കെയുള്ളതാണ്. അവിടെ ലെനിൻ ലെനിൻ കേന്ദ്രം, അദ്ദേഹത്തിൻ്റെ ഒരു നന്ദനല്ല, കൽക്കട്ടയിലെ ലെനിൻ അല്ല, ഗോർക്കി സദനിലാണ് പടം കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് പടി കയറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു അദ്ദേഹം വരത്തില്ല. പക്ഷെ എന്തെങ്കിലും ഞാൻ പടം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ ഞാൻ പുറത്ത് വന്ന് നിന്നു അദ്ദേഹത്തിനെ വെയിറ്റ് ചെയ്തു. സമയമായപ്പോൾ 2 മിനിറ്റ് മുമ്പുള്ളപ്പോൾ പടിയിൽ നിന്ന് താഴെ പതുക്കെ കയറി വരുന്നു. ഓരോ സ്റ്റെപ്പും കയറി നിന്ന് പിന്നെ എന്തെങ്കിലും ഒക്കെ വരും. എനിക്ക് വളരെ ഓർമ്മയുണ്ടായി. അടുത്ത ദിവസം പത്രത്തിൽ, കൽക്കട്ടയിൽ പത്രങ്ങൾ ന്യൂസായിരുന്നു, റേ ഗോസ് ടു സി അടൂർ ഫിലിം പറഞ്ഞു. പടം കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ റെസ്പോൺസ് മാർവലസ്, അത് മാർവലസ്. അപ്പോൾ ഈ പറഞ്ഞിട്ട് ആ പടത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ട്രിബ്യൂട്ടാണ്. അത് അവിടെ മുഴുവൻ പരന്നു. ആ റേയുടെ ഈ വർത്തമാനം അവിടെ മുഴുവനും പരന്നു. ഇങ്ങനെയാണ് കൽക്കട്ടയിൽ, അതൊക്കെ വളരെ കൃത്യമാണ്. നേരത്തെ തകഴി കഥകൾ തിരഞ്ഞെടുക്കുന്ന പ്രോസസ്, ഇപ്പോൾ 400ഓളം കഥകൾ വായിച്ചിട്ട് അതിലൊരു 9 എണ്ണം സെലക്ട് ചെയ്തു. അതിലൊരു സിനിമയുണ്ട് എന്ന് തിരിച്ചറിയുന്ന മൊമെന്റ് എന്താണ്? വളരെ കാലികമായിട്ടുള്ള പ്രസക്തി കൂടിയുള്ള ഒരു പ്രമേയം അതിൽ കാണുന്നതുകൊണ്ടാണ്. വളരെ രസമുള്ളൊരു വിഷയം. ഉദാഹരണം പറഞ്ഞാൽ അതിനകത്തെ ഒരു കൊച്ചു കഥയാണ്, 1.5 പേജുള്ള ഒരു നഖചിത്രമാണ് കന്യക എന്ന് പറഞ്ഞ കഥ. കന്യകയുടെ കഥ ഒരു വീട്ടിലെ ജോലിയൊക്കെ ചെയ്തു പോകുന്ന ഒരു പെൺകുട്ടി. അവളാണ് കൊയ്യാനും വരയ്ക്കാനും ഒക്കെ പോയി വീട് നിലനിർത്തി പോകുന്നത്. അച്ഛനൊരു രോഗിയാണ്, അമ്മയും ആ കുടുംബം നിലനിർത്തിക്കുന്നത് ശരിക്കും ഇവളാണ്. അപ്പോൾ ഒരു പ്രായമായിട്ട് ഇവളെ കല്യാണം കഴിച്ചയക്കാൻ ഇവർ വലിയ താല്പര്യം കാണിക്കുന്നില്ല എന്ന് അയൽക്കാർക്ക് പോലും തോന്നുന്നു. അപ്പോൾ അയലത്തെ ഒരു അഭ്യുദകാംക്ഷി വന്ന് പറയും, നമുക്ക് അവളെ ഇങ്ങനെ ശരി, അവൾ ജോലി ചെയ്ത് വീട്ടുകാരിയൊക്കെ നോക്കുന്നു, പക്ഷേ അതുകൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കാതിരിക്കരുത് എന്ന് പറഞ്ഞൊരു പ്രപ്പോസൽ പുള്ളി കൊണ്ട് അയാളുടെ ഒരു ബന്ധുവുണ്ട്. പിന്നെ നമുക്കൊന്ന് ആലോചിച്ചാലോ എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും എന്ന് പറഞ്ഞ് അവസാനം കല്യാണം ഒരുത്തം വരുന്നു. അവരെ പെണ്ണ് കാണുന്നു, തിരിച്ചു പോകുന്നു, കല്യാണം നടക്കുന്നു. കല്യാണം കഴിയപ്പെടാൻ മനസ്സിലാവുന്നത് ഇവനെ അതിനകത്ത് അയാളുടെ കഥയിൽ ആകെ പറഞ്ഞിരിക്കുന്നത് നാരായണൻ എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. നാരായണനൊരു സ്വഭാവമുണ്ട്, ഒരിക്കലും ഊണ് വിളമ്പുമ്പോൾ അദ്ദേഹം മതിയെന്ന് പറയത്തില്ല, അയാൾ മതിയെന്ന് പറയത്തില്ല എന്ന ഒരു വാചകമുണ്ട്. അതാണ് ഞാൻ ഡെവലപ്പ് ചെയ്തത്. നാരായണൻ്റെ അമ്മ വന്നു, നാരായണൻ്റെ വീട് വന്നു, നാരായണൻ്റെ അമ്മയ്ക്ക് മകനെ പറ്റിയുള്ള വലിയ അഭിപ്രായം. കാരണം അവന് ഒരു ദൂഷ്യമില്ലാത്ത മോനാണ് എൻ്റെ മോന്. അവന് കള്ളു കുടിക്കത്തില്ല, കൂട്ടുകൂടത്തില്ല, വീഡിയോ കളിക്കത്തില്ല. ആകെ ഒരു ദോഷം, ഏത് സിനിമ ഇറങ്ങിയാലും പോയി ഒരു ഷോ കണ്ടിരിക്കും, അത് മാത്രമേ ഉള്ളൂ. അതുപോലെ അവന് ഏറ്റവും കുറഞ്ഞ ടിക്കറ്റിലുള്ള ഇതിനെ കയറുള്ളൂ. അങ്ങനെ നല്ല ഉത്തമനായിട്ടൊരു മകനാണെന്നാണ് തള്ള പറയുന്നത്. അപ്പോൾ ഇവന് കല്യാണം നല്ലട നിർബന്ധമുണ്ടായിരിക്കും ചിലപ്പോൾ കല്യാണം കഴിച്ചത്. പക്ഷേ ഇവന് സ്ത്രീയിൽ താല്പര്യമില്ല. അത് വളരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നമുക്ക് കൃത്യമായിട്ട് കാണിക്കുന്നില്ലെങ്കിലും സജഷനിലേ ഉള്ളൂ. അതിൽ വളരെ ലൗഡായിട്ട് പോകുന്നില്ല. ഒരു ദിവസം ഇയാളെ ഈ നല്ലവരില്ല എന്താ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ കൊണ്ടുവരുന്നു, പെണ്ണിനെ കൊണ്ട് വന്നിട്ട് അവിടെ ഈ ഊണ് പറഞ്ഞിട്ട് കൊണ്ട് ഊണ് കൊടുക്കുന്നത് അതാണ് ലോകം മുഴുവൻ ചിരിച്ചൊരു ഭാഗമാണ് ആ സീനെ. ഈ ഊണ് ഉണ്ണുന്നത്, ഇയാളിൽ ഉണ്ണുന്നത് അമ്മായിയപ്പം വരെ നോക്കി അതിശയിക്കുന്നുണ്ട് ഇയാൾ ഊണ് കണ്ടിട്ട്. അപ്പോൾ ഇങ്ങനെ ആളുകൾ ഈ ഓഡിയൻസ് ഇരുന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. ഈ നമ്മുടെ വിതരണ പ്രദർശന രംഗത്തിൻ്റെ ഒരു പ്രത്യേകത കാരണം നമ്മുടെ നാട്ടിൽ അധികം ഓടിയില്ല പണം.
അപ്പോൾ അത് ഇയാൾ എന്നിട്ട് ഈ കുട്ടിയെ വീട്ടിൽ വിട്ടിട്ട് അയാൾക്ക് അത്യാവശ്യം വീട്ടിൽ എന്തോ പണിയുണ്ട് നമ്മൾ പോവുകയാണ്. പിന്നെ ഇയാൾ തിരിച്ചു വരുന്നില്ല. അപ്പം ഇവർ വെയിറ്റ് ചെയ്ത് അവസാനം എന്താ മോളെ ഒരു ദിവസം സൈ ഇട്ടിട്ട് തള്ള ചോദിക്കും മോളോടൊക്കെ, എന്താ മോളെ അവൻ വരാത്തത് നിന്നെ വിളിക്കാനായിട്ട് എന്ന് ചോദിക്കും. അപ്പോൾ അവൾ സൈ ഇട്ടിട്ട് ആ തന്തയോട് വിളിച്ചു ചോദിക്കും, എന്താ നിന്റെ കുറ്റമാണ്? ആളുകൾ അതും പറയുന്നുണ്ടല്ലോ, നാട്ടിലെല്ലാം പറയുന്നത് യോഗ്യത്വ സ്വഭാവ ദൂഷ്യമുള്ളതുകൊണ്ട് അവർ ഉപേക്ഷിച്ചാണെന്ന് പറയുന്നത്. കുറ്റം അവളുടെ മോളാണ്, മറ്റേ അവൻ വായി നോക്കിയാന്ന് പറയുന്നില്ല ആരും. അപ്പോൾ ഇവള് പറയും, അച്ഛാ ഞങ്ങൾ തമ്മിൽ ഭാര്യയും ഭർത്താവായിട്ട് ജീവിച്ചിട്ടില്ല എന്ന് അവർക്ക് പറയേണ്ടി വരുന്നു. അങ്ങനെയാണ് കഥ തീരുന്നത്. അത് വളരെ വളരെ കാലികമായിട്ട് എനിക്ക് തോന്നി. അത് 50 വർഷം മുമ്പ് എഴുതിയ കഥയാണെങ്കിൽ ഇന്നും വളരെ പ്രസക്തമായ കഥയാണെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ഓരോ പ്രസക്തമായ കഥകളാണ് ഈ കൂട്ടത്തിൽ 9 കഥകളിലുള്ളത്. പിന്നെ ഒരു കഥ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ കഥയാണ്. ആലപ്പുഴയിലെ തെരുവ്, നമ്മുടെ നാട്ടിലെ കൊച്ചു പട്ടണങ്ങളുണ്ടായപ്പോൾ ആദ്യം ഉണ്ടായ ഒരു സംഭവം വേശ്യാ തെരുവുകളായിരുന്നു. അപ്പോൾ ഇങ്ങനെ അവർ ഏറ്റവും താഴെയുള്ള തരത്തിലുള്ള ആളുകൾ അവർ കടത്തിടയിലൊക്കെ ഉറങ്ങി കഴിയുന്നവർ. അപ്പോൾ അവളോടൊരു ചെറുപ്പക്കാരൻ, അവിടെ വന്ന് എത്തുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു ചുമട്ടുകാരനാണ് അയാൾ. അയാൾക്ക് താല്പര്യം തോന്നുന്നു. അവൾ പറയുന്നത് നമ്മളൊന്ന് കല്യാണം കഴിച്ചാലോ എന്ന് ചോദിക്കുന്നു. അവൾ ഭാ എന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞ് അതിനയക്കുന്നു. ഇങ്ങനെ ഓരോരുത്തന്മാർ ഇങ്ങനെ ഉടപ്പിച്ചോണ്ട് വരും എന്ന് പറഞ്ഞ് അതാണ് റെസ്പോൺസ്. അവളൊരിക്കലും വിചാരിക്കുന്നില്ല ഒരു ഒരുത്തൻ്റെ ഭാര്യയായിട്ട് ഒരു നോർമലായിട്ടുള്ള ജീവിതം ജീവിക്കാൻ അവൾ വിചാരിക്കുന്നില്ല. അങ്ങനെ ആട്ടി വിടുകയാണ്. പക്ഷെ അവരുടെ കൂടെ ജോലി ചെയ്യുന്ന മറ്റൊരു സഹ പ്രോസ്റ്റിറ്റ്യൂട്ട് അവൾ പറയും, നീ എന്തൊരു പണ്ടത്തരമാണ് പറഞ്ഞത്, അവൻ നല്ലൊരു ചെറുപ്പക്കാരൻ, അവൻ വന്ന് ചോദിച്ചപ്പോൾ നീ അവരുടെ കൂടെ എന്തെങ്കിലും താല്പര്യം കാണിക്കുകയല്ലേ വേണ്ടത്, എന്താ ചെയ്തത് എന്ന് ചോദിക്കും. പിന്നെ കുറേശ്ശായിട്ട് അവർ തമ്മിൽ സമരസപ്പെടുന്നു, അവർ ഒരുമിച്ച് കഴിയാൻ തുടങ്ങും. അവർ കടത്തേണ്ട തന്നെ കഴിയുന്നത്. പക്ഷേ ഇതിലൊരു അവളുടെ ഒരു നേരത്തെ ഉള്ളൊരു പറ്റുകാരൻ വന്നു, ഒരു സ്ഥലം വിദ്വാൻ റൗഡിയൊക്കെയാണ്. അയാൾ പോയിട്ട് പോലീസിൽ കൊണ്ടുവന്ന് പരാതി കൊടുക്കും, ഇതിങ്ങനെ കടത്തിണ്ടയിൽ പബ്ലിക്കായിട്ട് വ്യഭിചാരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് കേസ്. ഇതിൽ കോടതി കൊണ്ടുവന്ന് അവരെ ട്രൈ ചെയ്യാം. അവർ രണ്ടുപേരെ കൊണ്ടുപോയിട്ട് അപ്പോൾ അവരെത്ര പറഞ്ഞിട്ടും ഞങ്ങൾ ഭാര്യയും ഭർത്താവെന്ന് രണ്ടുപേരും പറയും. അപ്പോൾ അവർ കോടതി ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്, നിങ്ങൾക്കൊരു അഡ്രസ് ഇല്ല, നിങ്ങൾക്ക് അച്ഛനാരെന്ന് അറിഞ്ഞൂടാ, അമ്മയാരെന്ന് അറിഞ്ഞൂടാ, വീടില്ല, നാടില്ല, നിങ്ങളെങ്ങനെ ഭാര്യ ഭർത്താവായി എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഉള്ളവർക്ക് മാത്രം ഭാര്യ ഭർത്താവ് ആയാൽ മതി എന്നാണ്. ഇത് വളരെ വളരെ പ്രസക്തമായ ഒരു സംഗതിയാണ്. എന്നിട്ട് അവരെ ശിക്ഷിക്കുക രണ്ടുപേരും. അതാണ് ആ കഥ. ഇങ്ങനെ കുറേ വളരെ ഇന്നത്തെ കാലത്തും പ്രസക്തമായിട്ടുള്ള കഥകളാണ് ഞാൻ എടുത്തത്. മറ്റൊന്ന് ഈ സിനിമയും സാഹിത്യവും തമ്മിലുള്ള ബന്ധം തുടക്കം മുതൽ തന്നെയുള്ള ആദ്യ സിനിമകൾ തൊട്ട് തന്നെ ഉള്ള ഒരു അഡാപ്റ്റേഷൻസും ലിറ്ററേച്ചറായിട്ടുള്ളൊരു ലവ് ഹേറ്റ് റിലേഷൻഷിപ്പ് സിനിമയ്ക്ക് എല്ലാവരും ഇപ്പോഴും ഒരു പക്ഷേ ഇറങ്ങുന്ന ഹോളിവുഡ് ആയാലും ഒരു എല്ലാ വർഷവും ലിറ്റററി വർക്കുകളെ ബേസ് ചെയ്തിട്ടുള്ള ധാരാളം സിനിമകൾ ഉണ്ടാകുന്നു. ഇതിൽ പീറ്റർ ഗ്രീനവേ എന്ന് പറയുന്ന സംവിധായകനൊരു അദ്ദേഹത്തിൻ്റെ സിനിമ ഇസ് ഡെഡ് ലോങ് ലിവ് സിനിമ എന്ന് പറയുന്ന ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് ഇന്ന് ഡിജിറ്റൽ കാലത്ത് സിനിമയുടെ ഒരു ആശ്രിതത്വം ഈ ടെക്സ്റ്റ്, റിട്ടേർണി ഓഫ് ദ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതേപോലെ ശരിക്കും നിങ്ങൾക്ക് സിനിമയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരിക്കലും ഈ ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ രീതിയിൽ സാഹിത്യത്തെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമേ ഇല്ല. അതിന്ന് വിമോചിതമാകുന്നതാണ് സമകാലിക സിനിമ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് യോജിക്കുന്നുണ്ട്. എന്തായിരിക്കും ഈ ടെക്സ്റ്റ്? അത്ഭുതകരമാണ് ഈ പറഞ്ഞ ഒരു കൊട്ടേഷൻ. കാരണം ഞാൻ വളരെ മുമ്പ് എഴുതിയിട്ടുണ്ട്, ചെറിയ ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്, ടിറണി ഓഫ് ദി റിട്ടേൺ വേർഡ് എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, ഈ എഴുതുന്ന ആൾ വിചാരിക്കുന്നത് അയാളുടെ ഓരോ വാക്യങ്ങളും ഓരോ പാരഗ്രാഫുകളും ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നാണ്. നമ്മൾ പിന്നെ ഒരാളൊരു സാഹിത്യകൃതി അല്ലെങ്കിൽ ഒരു നോവൽ, ഒരു കഥ എഴുതുന്നതിനാണ് കൃത്യമായിട്ടും വായിക്കപ്പെടാൻ വേണ്ടിയാണ്. വായനയിൽ കൂടി മാത്രമാണ് നമ്മളത് ആസ്വദിക്കുന്നത്. പക്ഷെ സിനിമ അതല്ല. സിനിമ കാണാനും കേൾക്കാനും ഉള്ളതാണ്. രണ്ടും കൂടെ ചേർന്നിട്ടുള്ള അനുഭവം അത്. അതുകൊണ്ട് ഇതാണ് ഈ ഒരു കഥയെ ഉപജീവിച്ച് സിനിമ എടുക്കുമ്പോഴും സിനിമ എടുക്കുന്ന ആൾ ശ്രമിക്കേണ്ടത് എന്തുകൊണ്ടാണ് കഥ അയാൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് അന്വേഷിക്കാൻ വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ആ അന്വേഷണമാണ് എൻ്റെ സിനിമകൾ, കഥകളെ ബേസ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഞാൻ ഈ കഥ എന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് എന്ന് മാത്രമല്ല, ഈ കഥയുടെയൊക്കെ കൊച്ചു കഥകൾ എടുക്കുമ്പോൾ എനിക്ക് വളരെ സ്വാഭാവികമായിട്ട് അതിലെ എക്സ്റ്റൻഷൻസ് എല്ലാം വരിക.
പുതിയ കഥാപാത്രങ്ങൾ വരുന്നു, പുതിയ സന്ദർഭങ്ങൾ വരുന്നു, പുതിയ തരത്തിലുള്ള ഒരു പോക്ക് അതിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഇതൊക്കെ സംഭവിക്കുന്നത് അത് എന്നെ ആകർഷിച്ച, എന്നെ ഒരുപക്ഷെ സ്വാധീനിച്ച അതിനകത്തെ മനോഹരമായിട്ടുള്ള ആശയമാണ്. ആ ആശയം മറ്റു പല വികാസത്തിനുള്ള വഴിയൊരുക്കുക. ഇതാ സംഭവിക്കുന്നത്. റിട്ടൺ ടെക്സ്റ്റ് അതിനെ അത്രേ ഉള്ളൂ. അതിന് അപ്പുറമായിട്ട് എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞതുപോലെ ബഷീറിൻ്റെ കഥ എടുത്തിട്ട് അതിനൊരു മാറ്റം എന്ന് പറയുന്നത് വലിയ ചെയ്യാൻ പാടില്ലാത്തതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനാണെങ്കിൽ ബഷീറിൻ്റെ വലിയൊരു ആരാധകനാണ്. പക്ഷെ ബഷീർ എന്താണ് ഇതിൽ കൂടി നമ്മിലേക്ക് പകർന്നാൻ ഉദ്ദേശിച്ചത്, എങ്ങനെയാണ് നമ്മളെ ഈ കഥ വശപ്പെടുത്തിയത് എന്നുള്ളതിൻ്റെ അന്വേഷണത്തിൽ നമുക്ക് പല കാര്യങ്ങളും തെളിഞ്ഞു വരും. അതാണ് നമ്മൾ സിനിമയാക്കേണ്ടത്. അല്ലാതെ ഇതിൻ്റെ ഓരോ പേജും ഓരോ പാരഗ്രാഫും അല്ല, അവിടെയാണ് തെറ്റുന്നത്. ഉദാഹരണം പറഞ്ഞു, ഒരു സിനിമ, നോവൽ സിനിമ ഉണ്ടെങ്കിൽ ഓരോ പേജ് ഷൂട്ട് ചെയ്താൽ മതി. അതെ 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 അതെ. ഇത്തരം ഇന്നലെ UA ഖാദറിനെ കുറിച്ച് ഡോക്യുമെന്ററി ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന് മൊത്തം കഥാപ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു 10 കിലോമീറ്റർ ദൂരം അകത്തുള്ള പന്തലായനി എല്ലാം ആ പ്രദേശത്തിന്റെ പുരാവർത്തനങ്ങളും മിത്തുകളും മനുഷ്യരുടെ ജീവിതവും ജീവിതായതൊക്കെ ബന്ധപ്പെട്ടാണ്. അപ്പൊ അദ്ദേഹത്തിന് അത്തരം ഒരു തരം റൂട്ടഡ്നെസ് ഉണ്ട്. അതേസമയം യൂണിവേഴ്സലുമാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പറഞ്ഞൊരു കാര്യം, ഇന്നത്തെ വളരുന്ന യുവാക്കൾ അല്ലെങ്കിൽ കുട്ടികൾ ശരിക്കും വളരുന്നത് അത്തരം ഒരു സാഹചര്യത്തിലല്ല. ഇത്തരം മുത്തശ്ശിമാർ കഥ പറയുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പരിസരത്തുണ്ടാവുന്ന ചെറിയ കലാപ്രവർത്തനങ്ങൾ, അങ്ങനെ ആ രീതിയിലല്ല ശരിക്കും. ഒരു പക്ഷേ ഹാരി പോട്ടർ ജനറേഷൻ എന്ന് വിളിക്കാവുന്ന അവരുടെ ഭാവന ലോകം തന്നെ വേറെ രീതിയിൽ രൂപപ്പെടുന്നതാണ്. അപ്പം അത്തരം ഒരു യുവാക്കളോട് അല്ലെങ്കിൽ അത്തരം ഒരു വളർന്നു വരുന്ന പ്രേക്ഷക സമൂഹത്തോട് ഒരു പ്രാദേശികതയുടെ കലാകാരൻ അല്ലെങ്കിൽ ചലച്ചിത്രകാരൻ എങ്ങനെ സംസാരിക്കും ഒരു ചലഞ്ചായി തോന്നിയിട്ടുള്ളത്? ഇല്ല, ഞാൻ എൻ്റെ ഓഡിയൻസിനെ പറ്റി ഞാൻ വളരെ എനിക്ക് വളരെ കൺസേൺ ഉണ്ട്. അവരെ പറ്റി ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. എന്തിനാണ് ഈ സിനിമ കാണാനായിട്ട് ഇവർ വരുന്നത്? ഞാൻ അവരുമായിട്ട് പങ്കുവയ്ക്കാൻ കൊള്ളാവുന്ന സംഗതികളാണോ ഈ സിനിമയെ കാണിക്കുന്നത് എന്നുള്ളത് ഞാൻ 100 പ്രാവശ്യം, 150 പ്രാവശ്യം, 200 പ്രാവശ്യം പല ഘട്ടത്തിലായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ അതിൽ യാതൊരു രീതിയിലുള്ള നമ്മുടെ ജീവിതത്തെ പറ്റിയുള്ള ധാരണയില്ലാത്ത ആളുകളെ ഞാനത് കൂട്ടുന്നില്ല. നമ്മുടെ ഏത് കലാരൂപവും അത് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണം. അവരുടെ അറിവിൽ, അനുഭവത്തിൽ, അവരാർജിച്ചിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അത്തരത്തിലൊരു അടിത്തറയുടെ മുകളിൽ മാത്രമേ പുതിയൊരു അനുഭവം ചെത്തിയാലാവുകയുള്ളൂ. അങ്ങനെ അടിത്തറയില്ലെങ്കിൽ പോക്കാണ്. അവരെ നമ്മൾ തിരസ്കരിക്കുക നല്ലത്. ഹാരി പോട്ടർ മാത്രം വളർന്നു വരുന്ന ഒരു കൊച്ചന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തോട് യാതൊരു ബന്ധവുമില്ല. മറ്റേ നമ്മുടെ ജീവിതത്തെ പറ്റി അറിഞ്ഞ് അതിനുശേഷമോ അതിനോടൊപ്പമോ ഹാരി പോട്ടർ വായിച്ച കുഴപ്പമില്ല. പക്ഷെ ഹാരി പോട്ടർ മാത്രം വായിക്കുന്ന ഒരാളാണ് വലിയ കുഴപ്പമായിരിക്കും. വലിയ കുഴപ്പമായിരിക്കും, തീർച്ചയായിട്ടും വലിയ കുഴപ്പമായിരിക്കും. എൻ്റെ സിനിമ പ്രാഥമികമായിട്ടും ഇപ്പോൾ മലയാളികൾ കാണുന്നോ ഇല്ലയോ എന്നുള്ളത് വേറൊരു പ്രശ്നമാണ്. അവർ കാണാൻ വരുന്നുണ്ടോ എന്നുള്ള പ്രശ്നമാണ്. അവർ തിരസ്കരിക്കുന്ന സിനിമയാണ് പലതും. ആ വഴി പോകത്തില്ല. എൻ്റെ പേര് കേട്ടാൽ തന്നെ അങ്ങോട്ട് പോകത്തില്ല. അത്ര പോപ്പുലറാണ് ഞാൻ. അപ്പോൾ പക്ഷെ ഈ സിനിമ ഞാൻ എടുക്കുന്നത് അവർക്ക് വേണ്ടിയാണ്. പ്രാഥമികമായിട്ടും മലയാളിയായ ഒരു ആസ്വാദകന് കൃത്യമായിട്ട് മനസ്സിലാകേണ്ട സിനിമകളാണ് ഞാൻ എടുക്കുന്നത്. അത് കഴിഞ്ഞേ ഉള്ളൂ കേരളത്തിന് പുറത്തുള്ളവരെ, അത് കഴിഞ്ഞേ ഉള്ളൂ ഇന്ത്യക്ക് പുറത്തുള്ളവരൊക്കെ വരുന്നത്. ഞാൻ എല്ലായിടവും വളരെ കൃത്യമായിട്ട് ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു മലയാളിക്ക് മനസ്സിലാവുന്നിടത്തോളം എൻ്റെ സിനിമ മറ്റുള്ളവർക്ക് മനസ്സിലാവുകയില്ല. ഇതിൻ്റെ ചില അംശങ്ങളിലായിരിക്കും ചിലപ്പോൾ അവർക്ക് ആകർഷണം തോന്നുന്നത് പുറത്തുള്ളവർക്ക്. പക്ഷെ കൃത്യമായിട്ടും മനസ്സിലാക്കാൻ ഒരു മലയാളിയായിട്ട് ജീവിക്കണം, മലയാളി ജീവിതം അറിയണം, ഇവിടുത്തെ കാറ്റും മഴയും എല്ലാം അനുഭവിച്ചിരിക്കണം. നമ്മുടെ ഭൂമിയും നമ്മുടെ സസ്യസമ്പത്തും നമ്മുടെ ജീവജാലങ്ങളും കാക്കയും ആനയും എല്ലാം ചേർന്ന നമ്മുടെ ഒരു ജീവിതം ഉണ്ടല്ലോ, അരഞ്ഞു കിടക്കുന്ന പട്ടികളും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള നമ്മുടെ ജീവിതമില്ലേ. ഇതിനെപ്പറ്റി അറിയാത്ത ഒരാൾക്ക് ഇത് ശരിയാവത്തില്ല. അതുപോലെ ഈ കഴിഞ്ഞ അരവിന്ദൻ മെമ്മോറിയൽ ലെക്ചർ IFFK ഹെയിൽ ഗരീബയായിരുന്നു. അതേ പറഞ്ഞൊരു കാര്യം, അതേപോലെ ഈ ഡിജിറ്റൽ സിനിമ എന്നത് പരിമിതിയാണോ സാധ്യതയാണോ എന്നുള്ളതായിരുന്നു ചോദ്യം. അതിന് അദ്ദേഹം ഉത്തരം പറഞ്ഞൊരു രസകരമായ മറുപടി എന്തായിരുന്നു വെച്ചാൽ,
അതേ പറയുന്നത് ഈ ഡിജിറ്റൽ സിനിമ അല്ലെങ്കിൽ ഡിജിറ്റൽ ഫെസിലിറ്റി എന്ന് പറയുന്നത് വലിയൊരു സൗകര്യമാണ്, നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാനും, പക്ഷെ അത് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നില്ല. അതേപോലെ ഡു ഡിജിറ്റൽ ബട്ട് തിങ്ക് അനലോഗ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ. എന്താ ഡിജിറ്റൽ? വളരെ വളരെ കറക്റ്റാണ്, വളരെ നല്ലൊരു ഒബ്സർവേഷനാണ്. ഞാൻ എൻ്റെ ആദ്യത്തെ ഡിജിറ്റലി ഞാൻ ആദ്യം ചെയ്ത സിനിമയാണ് പിന്നെയും എന്ന് പറഞ്ഞ പടം. എനിക്ക് വളരെ ഭയാശങ്കകളുണ്ടായിരുന്നു ഈ പുതിയ മാധ്യമത്തിലേക്ക് പോകുന്നതിൽ. പക്ഷെ ഞാൻ ഒരുപാട് അന്വേഷണങ്ങളും പഠനങ്ങളും ഒക്കെ നടത്തിയതിനു ശേഷമാണ് അത് ചെയ്തത്. എനിക്ക് മറ്റേ സിനിമയെ പറ്റി കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് പുതിയൊരു ടെക്നോളജി എനിക്ക് അന്യമല്ല. പക്ഷെ എനിക്ക് ചെയ്തപ്പോൾ വളരെ സൗകര്യമായിട്ട് തോന്നി. പക്ഷെ ഞാൻ ചെയ്തത് എങ്ങനെ ഞാനൊരു സാധാരണ ഫിലിമിൽ എടുക്കുന്ന സിനിമ, അതായത് നെഗറ്റീവ് ഫിലിമിൽ എടുക്കുന്ന സിനിമ എങ്ങനെ ചെയ്യുമോ അതേ രീതിയിൽ തന്നെയാണ് ഈ പടം ചെയ്തത്. ഒരു എക്സ്ട്രാ ഷോട്ട് പോലും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം ഈ ഡിജിറ്റൽ വന്നതിന് ശേഷമുള്ള പ്രധാന പ്രശ്നം, ആളുകൾ ഇങ്ങനെ 3-4 ക്യാമറ വെച്ച് അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് ഷൂട്ട് ചെയ്യുക. കാരണം ആരുടെയോ പൈസയാണ്, ആരുടെയോ കാശാണ്. ഇതിൻ്റെ വാടക, ദിവസത്തെ വാടക, അതിൻ്റെ കൂടുതലുള്ള ക്രൂ എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒരുപാട് പണം വരും. പണത്തിൻ്റെ കോസ്റ്റ് എത്ര കൂടുന്നോ അത്രയും വലിയ പടമാകും എന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല, തീരെ പ്ലാൻ ചെയ്യാത്തതുകൊണ്ടാണ് ചെയ്യേണ്ടി വരുന്നത്. ഈ സിനിമയിൽ വളരെ പ്രാഥമികമായിട്ടുള്ള നിയമങ്ങളുണ്ട്. ഈ പിന്നെ നമ്മളൊക്കെ അപ്പുറം പറയുന്നു സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ നോക്കി പകരം നിങ്ങൾ നോക്കുമ്പോൾ തിരിച്ച് അവിടെ നിൽക്കോട്ടുള്ളത് അത് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ഷൂട്ട് ചെയ്ത ഒരാൾ ഇപ്പുറത്ത് പോയിട്ട് ഷൂട്ട് ചെയ്താൽ നേരെ തിരിയും. ഇതിനെപ്പറ്റി അറിയണം. അറിയാത്ത ആളുകളാണ് അപ്പുറം ഇപ്പുറം ഓരോ ക്യാമറ വെച്ചെടുക്കുന്നത്. അപ്പോൾ ഈ തെറ്റ് വരുന്നിടത്ത് മറ്റേ ക്യാമറ ഷൂട്ട് ചെയ്തെടുത്തിടാം. ഒന്നും സൗകര്യമാണ്, ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ വളരെ എളുപ്പമായി. കാരണം ഇതിനെപ്പറ്റി യാതൊരു ധാരണ ഇല്ലാത്തവർക്കും സിനിമ എടുക്കാനുള്ള സൗകര്യം ഇന്നുണ്ട്. കാശ് മാത്രം മതി. അപ്പോൾ ടെക്നീഷ്യൻസിനെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്തോളൂ. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു അവസ്ഥ. അതുപോലെ തന്നെ ഈ ഒരു സമകാലിക സിനിമയെ കുറിച്ച് സംസാരിക്കുക, ഒരു മുമ്പ് 70-കളിലോ 80-കളിലോ നിങ്ങളൊക്കെ സിനിമ എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് ഈ അത്തരം സിനിമകൾ സമാന്തരം എന്ന് വിളിക്കാവുന്ന അല്ലെങ്കിൽ ആർട്ട് സിനിമ എന്ന് വിളിക്കാവുന്ന സിനിമയ്ക്ക് ഒരു സ്പേസ് ഉണ്ടായിരുന്നു. ഉച്ചപ്പടമൊന്നും എന്തായാലും ഒരു മെയിൻ സ്ട്രീമിൻ്റെ അകത്ത് തന്നെ സ്പേസ് ഉണ്ടായിരുന്നു. ശരിക്കും തിയേറ്ററുകളുടെ എണ്ണം കുറഞ്ഞു, അത്തരം സ്പേസുകളില്ലാതെ ടെലിവിഷനും വേണ്ട അത്തരം സിനിമകൾ. അത്തരം സാഹചര്യത്തിൽ ഇന്നത്തെ ഒരു യുവ സംവിധായകരുടെ ഒരു വെല്ലുവിളി നിങ്ങളെക്കാളും വളരെ കൂടുതൽ ചെയ്തിട്ടില്ല. ഇല്ല, ഞാൻ പടം എടുക്കാൻ തുടങ്ങിയത് 72 മുതലാണ്. 72-ൽ ഒരു പ്രത്യേകതര സാഹചര്യമാണ് നിലവിലിരുന്നത്. അതേ സാഹചര്യം അത് രൂപമാറ്റം വന്നിട്ട് ഇപ്പോൾ വീണ്ടും നിലവിലിരിക്കുന്നു എന്നേ ഉള്ളൂ. കൂടുതൽ മോശമായെന്ന് വെച്ചാൽ അല്പം കൂടെ മോശമായിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പൂർണ്ണമായിട്ടും ആ സ്ഥിതി മാറി എന്ന് പറയാൻ വയ്യ. അതേ തരം പിന്നെ ആസ്വാദകരുടെ കാര്യത്തിലാണെങ്കിൽ പോലും എത്രയോ ഫിലിം ഫെസ്റ്റിവലുകൾ നടക്കുന്നു, എത്രയോ ഫിലിം സൊസൈറ്റി പ്രവർത്തിക്കുന്നു. എന്നാലും നമ്മുടെ കുടുംബ സദസ്സുകളൊന്നും നല്ലൊരു പടത്തിന് പോകത്തില്ല. ഭേദമാണ് പടമെന്ന് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് രസിക്കാനൊന്നും അതിലില്ല എന്നാണ് അവർ ധരിക്കുന്നത്. പിന്നെ നാഷണൽ അവാർഡ് മറ്റോ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും അതിന് പോകരുത് എന്നാണ് അതിൻ്റെ അടിവര. കാരണം സ്വയംവരത്തിന് നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ അതൊരു പബ്ലിസിറ്റിയായിരുന്നു, വലിയ പബ്ലിസിറ്റിയായിരുന്നു. ആ നാഷണൽ അവാർഡ് കിട്ടിയതുകൊണ്ട് ആളുകളെല്ലാം പോയി കണ്ടു. പിൽക്കാലത്ത് പിന്നെ കഥാപുരുഷന് അതേമാതിരി തന്നെ നാഷണൽ ബെസ്റ്റ് അവാർഡ് വന്നപ്പോൾ ആളുകൾ പോയില്ല. ആ സമയത്തേക്ക് ആളുകൾ പഠിച്ചു കഴിഞ്ഞു ഇതൊക്കെ നമുക്ക് വർദ്ധിക്കേണ്ട സിനിമകളാണ് എന്ന്. ഇതാണ് സംഭവിച്ചത്. എനിക്കത് 70-കളിലേക്ക് കുറച്ചുകൂടിയൊക്കെ ഇത്തരം സിനിമകളെ ചുറ്റിപ്പറ്റിയുണ്ടാകുന്ന ധാരാളം നിരൂപണവും എഴുത്ത്, അല്ലെങ്കിൽ ക്യാമ്പസ് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ചെറു പ്രസിദ്ധീകരണങ്ങൾ, ഇങ്ങനെ അവയെ വേറെ രീതിയിൽ കണ്ടിരുന്നത് അല്ലെങ്കിൽ ഗൗരവപൂർവ്വമായി സമീപിക്കേണ്ടതാണ് എന്നുള്ളൊരു വ്യവഹാരം നിലനിന്നിരുന്നില്ലേ? ഇന്നതുപോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നാണ് അത് ഉള്ളത്. ഇപ്പോൾ ക്യാമ്പസ് സിനിമകളൊക്കെ ഇപ്പോഴാണ് ഉള്ളത്. ക്യാമ്പസ് സിനിമയല്ല, ഈ സിനിമകളെ സംബന്ധിക്കുന്ന എഴുത്തുകളോ അത്തരം സമയം ഇങ്ങനെയുള്ള അവസ്ഥ ഇന്നാണ് നിലവിലുള്ളത്. കാരണം ഇപ്പോൾ ക്യാമ്പസിലൊക്കെ സിനിമ എടുക്കുന്നു എന്നൊക്കെ പറയുന്നത് ഇത് ഈ ഡിജിറ്റൽ ടെക്നോളജി വന്നതോടെ ഉണ്ടായ വലിയ സൗകര്യം ഈ വളരെ ക്ലിഷ്ടമായിട്ടുള്ള സിനിമാ നിർമ്മാണ രീതികൾ മാറി. അപ്പോൾ ആർക്കും ആക്സസിബിളായി എല്ലാവർക്കും കൈവയ്ക്കാവുന്ന ഒരു സംഗതിയായിട്ട് മാറി സിനിമ. അതിലെ ടെക്നോളജി എന്ന് പറയുന്നത് അങ്ങ് അപ്രത്യക്ഷമായി. ഫോക്കസ് പോലും ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് നേരെ എടുത്ത് വെച്ചാൽ കാണിച്ചാൽ മതി. അത്രയും സൗകര്യം വന്നു ഇന്നത്തെ നിലയിൽ. അപ്പോൾ അതുകൊണ്ട് ഇതിനെപ്പറ്റി ഒന്നും അറിയാതെ തന്നെ ഇപ്പോൾ നമ്മൾ കെട്ടിച്ചൊരു ധാരണയുള്ളവർക്കൊക്കെ സിനിമ എടുക്കാം എന്നുള്ള അവസ്ഥയിൽ വന്നു. അതുകൊണ്ട് ഒരുമാതിരി എല്ലാവരും സിനിമ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫോട്ടോഗ്രാഫി പോലെയാണ്.
ഇപ്പോൾ ഈ ഇതുപോലൊരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എല്ലാവർക്കും സെൽഫി എടുക്കണം. എവിടെ ഏത് ക്രൗഡിൽ പോയാലും, ഇപ്പോൾ കൽക്കട്ടയിലായാലും ഭുവനേശ്വറിൽ പോയാലും എല്ലാവർക്കും സെൽഫി എടുക്കണം. ഇതെന്താ ഈ സെൽഫി എടുത്തിട്ട് എന്താ അവർ ചെയ്യാൻ പോകുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഈ കാലഘട്ടത്തിൻ്റെ ഒരു രോഗമാണ് സെൽഫി. ഇങ്ങനെ കൂടെ വന്ന് അടുത്ത സെൽഫി ഫോട്ടോ എടുത്തോട്ടെന്ന് ചോദിക്കും. എടുത്തോളെന്ന് പറയും. നമ്മളായിരിക്കും നമ്മളെ ഒരു കുട്ടി ആഗ്രഹിക്കുന്നതല്ലേ ഇത്. അടുത്ത ആൾ ചെയ്യുന്നത് നമ്മുടെ തോളിലോട്ട് കൈയിടുക. പിന്നെ ഞാൻ വളരെ കർശനമായിട്ട് എൻ്റെ തോളെ കൈയിടുന്നുള്ള പറയും, കൈയിടാൻ പറയും, കൈയിടും എന്ന് പറയും. കാരണം എൻ്റെ പ്രായം കൊണ്ട് എനിക്കങ്ങനെ പറയാൻ പറ്റും. കാരണം കുട്ടികൾ അതുപോലെ നമ്മുടെ സമുദായത്തിൽ, ഞാൻ സിനിമയായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു കാര്യം പറഞ്ഞു, നമ്മുടെ സമുദായത്തിൽ ആളുകളെല്ലാം തൊഴാൻ മറന്നുപോയിരിക്കുന്നു. കേരളം മൊത്തത്തിൽ, കേരളത്തിന് പുറത്ത് പോയാലേ നമ്മൾ ആരെങ്കിലും ഒന്ന് നമ്മളെ കൈ കൂക്കുന്നത് കാണുന്നുള്ളൂ. എല്ലാവരും കൊച്ചു കുട്ടികൾ വരെ, പെൺപിള്ളേർ വരെ ഇങ്ങനെ കൈ നീട്ടിക്കൊണ്ട് വരികയാണ്. നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല. ഏറ്റവും പരിഷ്കൃതമായിട്ടുള്ള ഏറ്റവും മനോഹരമായ ഒരു രീതിയാണ് ഒരാളിനെ കാണുമ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ മതി, നമുക്ക് ബഹുമാനമുള്ള ഒരാളിനെ ബഹുമാനിക്കുക, അല്ലെങ്കിൽ സ്നേഹമുള്ള ഒരാളെ കാണുമ്പോൾ ബഹുമാനിക്കുക. നമുക്ക് തൊഴുന്നത് തന്നെ പല രീതിയിൽ തൊഴുന്നുണ്ട്. മുകളിലോട്ട് നോക്കി തൊഴാം, ദൈവത്തിനെ തൊഴാം, നേരെ തുല്യരെ തൊഴാം, താഴോട്ട് നോക്കി താഴെ ഉള്ളവരെ തൊഴാം. അങ്ങനെ തൊഴുന്നതിന് തന്നെ പല രീതികളുണ്ട്. പിന്നെ ഏറ്റവും വലിയ തൊഴിലെന്ന് പറയുന്നത് സാഷ്ടാംഗമാണ്. എല്ലാ അംഗങ്ങളും നിലത്ത് ഭൂമിയിൽ തൊടുവിച്ചിട്ടുണ്ട് കിടന്ന് തൊഴുന്നത്. അപ്പോൾ ഇതൊക്കെ ഉള്ള ഇങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള പെരുമാറ്റ രീതികൾ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുള്ള നമ്മുടെ നാട്ടിലാണ് തൊഴാൻ മറന്നുപോയിരിക്കുന്ന ഒരു ജനറേഷനാണ് വരുന്നത്. ഇതൊക്കെ സിനിമയെ ബാധിക്കുന്നുണ്ട്. സിനിമ എന്ന് പറയുന്നത് ഇതൊന്നും മാറി നിൽക്കുന്ന ഒരു സംഗതിയൊന്നുമല്ല. ഇത് കേരളത്തിലെ സംസ്കാരം, ജനങ്ങളുടെ സാംസ്കാരിക നിലവാരം എന്താണെന്ന് പറഞ്ഞാൽ സച്ചിദാനന്ദൻ പറയുന്നതോ പിന്നെ അല്ലെങ്കിൽ അതുപോലെയുള്ള എഴുത്തുകാരും ചിന്തകരും ഒക്കെ പറയുന്നതൊന്നും അല്ല സംസ്കാരം. സംസ്കാരം എന്ന് പറയുന്നത് പുലിമുരുകൻ കാണാൻ പോയ ഓഡിയൻസാണ്. അവരുടെ സംസ്കാരമാണ് ഓഡിയൻസ്. ശരിക്കുള്ള സംസ്കാരമാണ് കേരളത്തിൻ്റെ. അല്ലാതുള്ളത് നാട്യമാണ്. വളരെ വല്ലാതെ നാട്യമാണ്. നമ്മുടെ ജനതയുടെ സംസ്കാരം പറയുന്നത് പുലിമുരുകൻ്റെ ഓഡിയൻസ് പറയുന്നു. അതിനപ്പുറമായിട്ട് നമുക്ക് സംസ്കാരം ഉണ്ടെന്നുള്ളത് മഹാ തെറ്റിദ്ധാരണയാണ്. ഇത് മാത്രമല്ല, അത് കണ്ടിട്ട് വന്നിട്ട് ആൾ പറയുന്നത് മഹാ തല്ലുപൊളി പടം കേട്ടോ. അത് സംസ്കാരത്തിൻ്റെ നമ്മുടെ ഒരു പ്രിട്ടൻഷൻ്റെ വേറൊരു ഭാഗമാണ്. ഇത് കൃത്യമായിട്ട് പോയി തള്ളി ഒരുപക്ഷെ ബ്ലാക്ക് ടിക്കറ്റ് പോലും വാങ്ങിച്ചു പോയി കണ്ടിട്ട് വന്നിട്ട് പറയുന്നത് പടം മോശമാണ് കേട്ടോ, കൊള്ളുകയില്ല എന്നും പറയുന്നു. ഇത് കൃത്യമായൊരു മലയാളിയുടെ സ്വഭാവം. ഇതൊക്കെ നമ്മുടെ സിനിമയിലൊക്കെ ഉണ്ട്. നമ്മുടെ സിനിമ എടുക്കുന്നതിലും സിനിമ കാണിക്കുന്നതിലും ഒക്കെ ഉണ്ട്. ഇത് കുറച്ച് പ്രേക്ഷകരിൽ നിന്ന് ചോദ്യങ്ങൾ 5 മിനിറ്റ് സമയമുണ്ട്. മൈക്ക്. സാർ നമസ്കാരം. എൻ്റെ പേര് ആൻജോ പോളാണ്. ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. ഞാൻ സാറിൻ്റെ സിനിമകളൊക്കെ തേടി പിടിച്ച് കാണാറുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് സാറിൻ്റെ സിനിമകൾ. അപ്പം ഞാൻ നിരീക്ഷിച്ച ഒരു കാര്യം പറയാണ്. അതായത് ആദ്യകാലങ്ങളിലെ സാറിൻ്റെ സിനിമകൾ എന്ന് പറയുന്നത് സിനിമയുടെ ലാസ്റ്റ് റീലാണ് ഓടുന്നത്. സിനിമ ഭാഷണത്തിൻ്റെ ലാസ്റ്റ് റീലാണ് ഓടുന്നത്. വളരെ ബ്രീഫായിട്ട് വേണം ചോദിക്കാൻ. അപ്പോൾ ചോദിക്കാനുള്ളത്, സാറിൻ്റെ ആദ്യകാലങ്ങളിലെ സിനിമയിലെ ഫ്രെയിംസ് ആയിരുന്നു കഥകൾ പറഞ്ഞിരുന്നത്. പിന്നീട് വന്നു കഴിഞ്ഞപ്പോൾ കഥാപാത്രങ്ങൾ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങിയോ എന്നൊരു ആശങ്ക വന്നു. അപ്പം ഈ മാറ്റം എന്ന് പറയുന്നത് സാറിൻ്റെ ഒരു പരിണാമദശയിലുണ്ടായ ഒരു മാറ്റമാണോ, അതോ ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നത് മൂലം ഉണ്ടായ ഒരു മാറ്റമാണ്? ഇപ്പോൾ പിന്നെയും എന്ന് പറയുന്ന സിനിമകളിലൊക്കെ സംഭാഷണം ഒരുപാട് കൂടുതലുണ്ട്. അതിനു മുമ്പ് ഇപ്പം സ്വയംവരം, വിധേയൻ, മധുരകൾ പോലുള്ള സിനിമകളിലൊക്കെ സംഭാഷണത്തിനേക്കാൾ കൂടുതൽ ചിത്രങ്ങളായിരുന്നു കഥ പറഞ്ഞിരുന്നത്. അപ്പം ഈ മാറ്റം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിയാൻ പറ്റും? ഇല്ല, എവിടെയെങ്കിലും സംഭാഷണം കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സംഭാഷണം അത്യാവശ്യമുള്ള സംഭാഷണമേ ഉള്ളൂ. പറയേണ്ട കാര്യങ്ങൾ സിനിമ വെറും ദൃശ്യകലയാണെന്ന് മാത്രം പറയുന്നത് തെറ്റായിരിക്കും. സിനിമ ദൃശ്യവും ശബ്ദവും കൂടെ ചേർന്നിട്ടുള്ളതാണ്. ശബ്ദം എന്ന് പറഞ്ഞാൽ സംഭാഷണം മാത്രമല്ല, മറ്റു പല ശബ്ദങ്ങളും, പശ്ചാത്തല സംഗീതം ഉൾപ്പെടെയുള്ള പല ശബ്ദങ്ങൾ ചേർന്നിട്ടുള്ള, പ്രകൃതിയുടെ ശബ്ദങ്ങൾ ഒക്കെ ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഉപയോഗപ്പെടുത്തും. നമ്മൾ പറയുന്ന തീമിനെ അപേക്ഷിച്ചാണ് സംഭാഷണം വരുമോ ഇല്ലയോ എന്നുള്ളത്.
ഇത് കാഴ്ച കൊണ്ട് മാത്രം പ്രധാനമായിട്ട് കാണിക്കാവുന്ന ഒരു സിനിമയല്ല. പിന്നെയും അതിൽ സംഭാഷണം ചെയ്യണം. കാരണം ഒന്നാമത് വളരെ ഒരു എന്താ പറയുന്നത്, ആന്തരികമായിട്ട് നടക്കുന്ന ഒരു 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 സംഗതിയാണ് അതിനകത്ത് പറയുന്നത്. അത് ബാഹ്യമായിട്ടുള്ളത് വളരെ കുറച്ചേ ഉള്ളൂ, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിലാണ് നടക്കുന്നത് ശരിക്കും അതിൻ്റെ കഥ. അതുകൊണ്ടാണ്, അല്ലാതെ കൂടുതൽ സംഭാഷണം ഞാൻ എഴുതിയിട്ടില്ല. ഞാൻ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഇതിൽ കൂടുതൽ സംഭാഷണം ഉണ്ടായിരുന്നു. പിന്നെയും അത് ചുരുക്കി അത് കാച്ചി കുറിക്കുക സംഭാഷണത്തിൻ്റെ ഭാഗം ഇപ്പോൾ അതിലുള്ളൂ. ചിലപ്പോൾ അത് നിങ്ങൾക്ക് മറ്റ് സിനിമകളെ അപേക്ഷിച്ച് കൂടുതലുള്ളതായിട്ട് തോന്നിക്കാണാം. അത് സ്വാഭാവികമാണ്. പക്ഷേ അത് വേറെ നിവൃത്തിയില്ല. ഞാൻ നിങ്ങളിലേക്ക് പകരാൻ ആഗ്രഹിക്കുന്ന അനുഭവം ഈ സംഭാഷണം കൂടെ ചേർന്നാലേ പൂർത്തിയാവത്തുള്ളൂ. അതുകൊണ്ടാണ് ചിലർ പറഞ്ഞ് നാടകീയതയുണ്ട് സംഭാഷണത്തിൽ എന്ന് പറഞ്ഞവരുണ്ട്. നാടകീയതയുണ്ട് സംഭാഷണത്തിൽ. നാടകീയത വേണ്ട സ്ഥലത്ത് നാടകീയത വേണം. ഡള്ളായിട്ട് നാടകീയമായിട്ട് വളരെ കാര്യമായിട്ടൊരു കാര്യം സംസാരിക്കുന്ന സമയത്ത് എന്തിനിടയിൽ നിയോഗിക്കുന്നത് ശരിയാണോ? ആ ടൈപ്പിലുള്ള സംഭാഷണം പറ്റത്തില്ല. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ വരണം. ചില ഭാഗങ്ങളിൽ ഇന്റേണൽ മൊണലോഗ് അവനോട് തന്നെ സംസാരിക്കുന്നത് പോലെയുള്ള സംഭാഷണങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് നമ്മുടെ പരിധിയിൽ നിന്നൊക്കെ പോയിരിക്കുക. ഇതൊക്കെ അതുകൊണ്ടാണ് തോന്നുന്നത് സംഭാഷണം കൂടിയത്. നമ്മുടെ അനുഭവ പരിധിയിൽ നിന്ന് ഇതൊക്കെ പോയിരിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഓരോ വഴികളാണ്. നമസ്കാരം സാർ, ഞാൻ കോട്ടയം ജില്ലയിൽ നിന്നും കുടുംബശ്രീയുടെ കോട്ടയം ജില്ലാ മിഷനിൽ നിന്ന് വരുന്നു. എനിക്ക് ചോദിക്കാനുള്ള സാറിന് മുൻപ് ഒരു നാരായണൻ എന്നൊരു കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞു. നാരായണൻ്റെ അമ്മ പറയുന്നു അവന് വീടി വലിക്കല്ല, കള്ളു കൊടുക്കല്ല, ഒരു ദുശീലവും ആകപ്പാടി അവനുള്ളൊരു ദോഷം സിനിമ ഒരു വട്ടമെങ്കിലും കാണുക എന്നുള്ളതാണ്. സിനിമാ രംഗത്ത് തന്നെ സമുന്നതനായ സാറ് ഈ സിനിമ കാണുന്നത് ഒരു അവൻ്റെ ഒരു ശീലമാണെന്നോ ഒരു വിനോദമാണെന്നോ പറയാതെ എന്തുകൊണ്ടാണ് അമ്മയെ കൊണ്ട് ഒരു വട്ടം സിനിമ കാണുന്നത് പോലും ദോഷമാണെന്ന് പറഞ്ഞു വെക്കുന്നത് എന്തുകൊണ്ടാണ്? അത് വളരെ തല്ലിപ്പൊളിയായിട്ടുള്ള സിനിമയാണ് പോയി കാണുന്നത്. അതുകൊണ്ടാണ്. നല്ല സിനിമ കണ്ടിരുന്നെങ്കിൽ അത് പറയത്തില്ല. തള്ളയ്ക്ക് പോലും അറിയാം ഞാൻ പോകുന്ന ശപ്പൻ സിനിമ കാണാനെന്ന്. എന്ന് മാത്രമല്ല, ഇതിൽ അവൻ രസിക്കുന്ന ഭാഗങ്ങളിലെ റൊമാൻസ് ഒക്കെയാണ്. അവൻ്റെ ഭാര്യ രാത്രി മുഴുവൻ അവനെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന കുട്ടി അന്ന് രാത്രി മുഴുവൻ അവനെ കാത്തിരിക്കുകയാണ്. ആ വീട്ടിലെ അതിനേക്കാൾ വലിയൊരു എന്റർടൈൻമെന്റ് ഒരാൾക്ക് ജീവിതത്തിൽ പറ്റുമോ? അപ്പോൾ അവൻ ആ സമയം മുഴുവൻ ചിലവാക്കുന്ന സിനിമാ തിയേറ്ററിലാണ്. അപ്പോൾ അവനൊരു പിഴച്ചവനാണ്. അവന് പിഴച്ച ഒരു ആസ്വാദനമാണ് അവൻ്റെ സിനിമയെ സംബന്ധിച്ചുള്ളത്. അതിനെ പറ്റിയാണ് പറയുന്നത്. അതിലൊരു ചോദ്യം എഴുതി കിട്ടിയ കൂടി ചോദിക്കാൻ ശ്രമിക്കുക. A film critic, US film critic said of cinema as the mechanical muse. It should have been mechanized life or mechanized politics. Your take on it? It's all right, we make films making machines, but that doesn't mean it is mechanized. ഞാൻ എപ്പോഴും ഇപ്പോൾ ഈ ഡിജിറ്റൽ സിനിമ വരുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയാനുള്ളൊരു കാര്യം, എൻ്റെ ഫിലിംസ് എല്ലാം ഹാൻഡ് മെയ്ഡ് ആണെന്നാണ്. കാരണം എൻ്റെ കൈയുടെ സ്പർശമേക്കാതെ ഒരു സിനിമയും പോയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ അത് പറ്റത്തില്ല. ഇപ്പോൾ സിനിമ ശരിക്കും ഒരു മാജിക്കായിട്ട് മാറി. ഒന്നും കാണാനുമില്ല, ഒന്നും തൊടാനില്ല, ഒന്നുമില്ല, ഒരു ഡിസ്കിലാണിതല്ല. ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഷൂട്ടിംഗ് പോലും ഒരു ഡിസ്കിലേക്കാണ് പോകുന്നത്. ഈ ഡിസ്ക് ഒന്നും എടുത്ത് നോക്കാൻ നോക്കില്ല, അതിനകത്തൊന്നും കാണാനില്ല. ഡിസ്ക് ചിലപ്പോൾ ഇതിൻ്റെ മെഷീനിൽ കൊണ്ടെടുക്കുമ്പോൾ അത് തുറന്നെന്നിരിക്കും, തുറന്നില്ലാന്നിരിക്കും. അപ്പോൾ നമ്മൾ ശരിയായ ഒരു മാജിക്കിലേക്ക് ഇപ്പോഴാണ് പ്രവേശിച്ചതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സമയം കഴിഞ്ഞിരിക്കുന്ന അടുത്ത സെഷൻ്റെ സമയമായി. അപ്പോൾ ഈ സെഷനിൽ പങ്കെടുത്ത അടൂർ സാറിന് നന്ദി. ഈ സെഷൻ കേട്ടിരുന്ന ചോദ്യങ്ങൾ ചോദിച്ച എല്ലാവർക്കും ഒരുപാട് കൂടി നന്ദി പറയുന്നു. ഈ സെഷൻ അവസാനിക്കുന്നു.